മനുഷ്യന് ദൈവം കൊടുക്കുകയാണ് ഒരു പട്ടം. അത് ചെറിയൊരു കാര്യമല്ല. ഒരു കർത്താവ് ഒരു പട്ടം കൊടുക്കുക. എന്താ? ഒരാൾ റൈച്ചസ് മാന എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും ക്വാളിഫിക്കേഷൻ? കർത്താവ് ഒരാളോട് പറയുകയാണ്, യു ആർ എ റൈച്ചസ് മാൻ. അത് ചെറിയൊരു കാര്യമല്ല. ദൈവം ഒരാളെ നോക്കി പറയുക, നീ ആരാണ്? നീതിമാനാണ്. നീതിമാനെന്നൊക്കെ ഒരാളെക്കുറിച്ച് പറയണമെങ്കിൽ അത് കുറഞ്ഞൊരു കാര്യമല്ല. സ്വർഗം ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ മനുഷ്യനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഇല്ലേ? കുറേ എൻ്റെ ദാസൻ, അതിസൗമ്യനായ മനുഷ്യൻ, ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യൻ, ഇങ്ങനെ പല സാക്ഷ്യങ്ങൾ കൊടുക്കുമ്പോൾ സാക്ഷ്യം ചെറിയൊരു കാര്യമല്ല. ആണോ? സാക്ഷ്യം ചെറിയൊരു കാര്യമാണോ? അല്ല. സാക്ഷ്യമുള്ളവർക്ക് ഉള്ളവരെക്കുറിച്ച് എന്ത് പറയാനൊക്കത്തുള്ളൂ? സാക്ഷ്യം പറയാനൊക്കത്തുള്ളൂ. സാക്ഷ്യം പറയുന്നത് പുകഴ്ച്ചലുമല്ല. കാരണം സാക്ഷ്യം ഉണ്ടെങ്കിൽ പറയണ്ടേ? അത് ജീവിച്ചിരിക്കുമ്പോൾ പറയണമെന്നാണ് എൻ്റെ ഒരു ചിന്ത. മരിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? പറയരുത്. എൻ്റെ പിതാവ്, എൻ്റെ പെങ്ങളും അളിയനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കസിനാണ്. അപ്പോൾ എൻ്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിലൊരു കാരണവർ മരിച്ചുപോയി. അപ്പം അവസാനത്തെ ശുശ്രൂഷയൊക്കെ ചെയ്തിട്ട് അപ്പോൾ ലാസ്റ്റ് പറഞ്ഞു, ഞാനും പോകാറായെന്നാണ് തോന്നുന്നത്, എത്ര നാളുണ്ടെന്നറിയത്തില്ല. ഏതായാലും ഞാൻ ഇവിടെ ഒരു കസേര ഇട്ട് ഇവിടെ ഇരിക്കാൻ പോവുകയാണ്. എനിക്ക് ചത്തിട്ട് ആരും ഉമ്മ തരണ്ട. ഈ അച്ഛന് ഉമ്മ കൊടുത്തിട്ട് വരുന്ന വഴിക്ക് എനിക്കൂടെ ഓരോ ഉമ്മ വന്നേക്കാം. അപ്പം ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം വന്ന് പാലെ അപ്പച്ചനും ഉമ്മ കൊടുത്തിട്ട് അപ്പുറത്തിരുന്ന് എല്ലാവരും അപ്പയ്ക്കും ഉമ്മ കൊടുത്തു. എനിക്ക് ചത്തിട്ട് ഉമ്മ വേണ്ട, ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മ കിട്ടിയാൽ മതി. വലിയൊരു സന്തോഷമായിരുന്നു. എല്ലാവരും ഇവിടെ വന്ന് ഉമ്മ കൊടുക്കുന്നു, പിന്നെ അവിടെ പോയി ഉമ്മ കൊടുക്കുന്നു. ഇങ്ങനെ ക്യൂ അടിച്ചു പോയി. അത് കാണാൻ ഒരു രസമായിരുന്നു. എന്നാൽ പോലും നമ്മൾ ഈ മരിച്ചു കഴിയുമ്പോഴല്ല സാക്ഷ്യം പറയേണ്ടത്, എപ്പം പറയണം? ജീവിച്ചിരിക്കുമ്പോൾ. അപ്പോൾ സാക്ഷ്യം സ്വർഗത്തിൽ നിന്ന് കിട്ടുക ചെറിയൊരു കാര്യമല്ല. ഞങ്ങളുടെ ചർച്ചിലൊരു അച്ചായൻ്റെ ഒരു പാസ്റ്റർ അങ്കിൾ മരിച്ചുപോയി. അങ്കിൾ നല്ല കുക്കായിരുന്നു. അപ്പോൾ അങ്കിള് നല്ലപോലെ കുക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ കുക്കിങ് ഒരു കലയാണ്, അതൊരു ചൈതന്യമാണ്, ഒരു കൃപയൂടാണ്, നല്ല കൈപുണ്യമാണ്, നല്ല ഫുഡ് വെക്കും. അതുകൊണ്ട് തന്നെ പലരുടെയും കല്യാണത്തിനും മാസികത്തിനൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് അതിനകത്തുണ്ട്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ചർച്ചയ്ക്ക് കൊണ്ട് വെച്ചു. ആകസ്മികമായിരുന്നു, എന്നാലും ഭയങ്കര ആൾക്കൂട്ടം. 2 മണിക്ക് എടുക്കുമെന്ന് പറഞ്ഞ ബോഡി 3 മണിയായിട്ടും 4 മണിയായിട്ടും എടുക്കാൻ ഒക്കുന്നില്ല. നമ്മൾ നിയന്ത്രിക്കാഞ്ഞിട്ടല്ല, അതുപോലെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരികയാണ്. എല്ലാവരും വന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണ കാര്യങ്ങളും അദ്ദേഹം വെച്ച് കൊടുത്തതും ഒക്കെ ഒത്തിരി കാര്യങ്ങളാണ് പറയുക. ഇതിനിടയ്ക്ക് ഞാൻ അവിടെ ഇങ്ങനെ മാറിയിരിക്കുകയാണ്. ചില സമയത്ത് ഇടപെടരുത്. മാറി നിൽക്കുമ്പോൾ ഒരച്ഛൻ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഇത് കുറേ നേരമായി, 2 മണിക്ക് എടുക്കുമെന്ന് പറഞ്ഞല്ലേ, 4 മണിയായി, ഇതെന്തൊരു ഇടപാടാണ്, ഇപ്പോൾ എടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ കാണിക്കാം. പുള്ളി അങ്ങ് ഭയങ്കര ബഹളം വെച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? അവരിപ്പോൾ നിയന്ത്രിക്കുക, അവിടെ അധ്യക്ഷനുണ്ട്, അവർ ചെയ്യും. നമുക്കിത് പുള്ളിയെക്കുറിച്ച് പറയുന്നതിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യാനൊക്കും? അതെല്ലാവരും ചോറ് വെച്ച് കൊടുത്ത കാര്യമാണ് പറയുന്നത്. അതിപ്പോൾ ഇത്ര പറയാനുണ്ടോ? ഞാൻ പറഞ്ഞു, ചോറ് വെച്ച് കൊടുത്ത കാര്യമല്ലേ പറയട്ടെ. പുള്ളി പിന്നെ എന്നോട് ചൂടായപ്പം ഞാൻ പറഞ്ഞു, ഇച്ചിരി സങ്കടം കൊണ്ട് പറഞ്ഞേ പോയെ, അച്ഛാ അഹങ്കാരം പറയല്ലേ, മനയത്തോടെ പറയുക. എത്ര വയസ്സായി? പുള്ളിക്ക് 65, 60, 70. പ്രായമനുസരിച്ചാണ് വിളി വരുന്നെങ്കിൽ, നമുക്കറിയത്തില്ല കേട്ടോ, പ്രായമനുസരിച്ചാണ് വിളി വരുന്നെങ്കിൽ അച്ഛനായിരിക്കും ആദ്യം മരിക്കുക. പ്രായമനുസരിച്ചാണെങ്കിൽ സെൻട്രൽ പാർഷ നിലയിൽ ഞാനായിരിക്കും അടക്കുന്നത്. 99% ഒറ്റക്കാരി ഉറപ്പ് വന്നേക്കാം, 1 മണിക്കൂർ കൊണ്ട് അടക്കം നടക്കാം. കാരണം എനിക്ക് അച്ഛനെ പറ്റി പറയാനൊന്നുമില്ല. അപ്പോൾ അടുത്തിരുന്നവരെല്ലാം പറഞ്ഞ് സത്യമാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ വെക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, ആണോ? അല്ല. അപ്പം ജോസഫിനെ കുറിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞു. ഈ മനുഷ്യൻ ആരാണ്? നീതിമാൻ. എന്താണ് ആ പട്ടം കൊടുക്കാൻ കാര്യം, അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കാര്യം? ഭാര്യയ്ക്ക് ഗർഭിണിയായി. എങ്ങനെയാ? വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവാഹത്തിന് മുമ്പ് അത് ചെണ്ട കൊട്ടി ഘോഷിക്കണം, നാട്ടുകാരെ വിളിച്ചു കൂട്ടണം. ഇവള് ഗർഭിണിയാണ്, കല്യാണം കഴിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം നടക്കും, എറിഞ്ഞു കൊല്ലും, പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം. ജോസഫ് മനസ്സിലായി, അങ്ങനൊരു കാര്യം എൻ്റെ ഭാര്യയ്ക്ക് സംഭവിക്കരുത്, ഈ പെൺകുട്ടിക്ക്. അതുകൊണ്ട് അവളെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു പെൺകുട്ടിയുടെ ഒരു കുറവ് ലോകമറിയാതെ ഒതുക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ നോക്കി ദൈവം പറഞ്ഞു, നീ ഒരു നീതിമാനാണ്. ലോകത്തിലെ ഏറ്റവും വലിയൊരു കൾച്ചറിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് കണ്ടോ. അവരുടെ കുറവ് ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചവനെ ദൈവം വിളിച്ചു, നീ ആരാണ്? നീതിമാൻ. അങ്ങനെയെങ്കിൽ ജോസഫിൻ്റെ ആ കുടുംബത്തിൽ ഒരു കൾച്ചറുണ്ടായിരുന്നു, കുറവുകൾ വിളിച്ചു പറയാത്തൊരു കൾച്ചറുണ്ടായിരുന്നു, കുറ്റങ്ങൾ വിളിച്ചു പറയാത്തൊരു കൾച്ചറുണ്ടായിരുന്നു. ആ കൾച്ചറുള്ള ജോസഫിനെ നോക്കി ക്രിസ്തു നേരത്തെ തീരുമാനിച്ചു, പിറക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ വേണം പറക്കാൻ, പിറക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ വേണം പറക്കാൻ. അപ്പം നോക്കൂ, മഹത്തായ ഒരു കൾച്ചറാണ്. ആരുടെ എന്ത് പറയാതിരിക്കുക?
കുറവ് പറയാതിരിക്കുക. ഒന്ന് കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. ആരുടെ കുറവുകളില്ലാത്തവരെ എന്ത് പറയാവൂ? കുറവുകൾ നമ്മളെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് എന്ന് പറയാനുള്ള ധൈര്യമൊക്കെ കാണിക്കണം. ഇല്ലെങ്കിൽ കാവോളം മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള കാര്യം. ജോസഫ് നീതിമാനായിരുന്നു. വീണ്ടും മറിയത്തോട് വന്നപ്പം പറയുകയാണ്, ഇത് നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകും. എടുത്ത വായിൽ മറിയം പറഞ്ഞൊരു വാക്കുണ്ട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്ക് പോലും എനിക്ക് ഭവിക്കട്ടെ. അപ്പം ദൈവത്തിൻ്റെ വാക്കിന് വേണ്ടി സ്വയം എറിഞ്ഞു കൊടുത്ത ഒരു മറിയത്തിൻ്റെ വീട്ടിലാണ് ആര് ജനിച്ചത്? യേശു ജനിച്ചത്. ഇതാ ഞാൻ അങ്ങയുടെ ദാസി, അങ്ങയുടെ വാക്ക് പോലും എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ദൂതൻ പറഞ്ഞു, ഇതാ മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം, നിൻ്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് എന്ത് ധരിച്ചു? ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞു. അപ്പം മറിയം ചെയ്തൊരു കാര്യം, ബന്ധപ്പെട്ട് എഴുന്നേറ്റ് പോയി മലനാട്ടിൽ പോയിട്ട് ആരുടെ കൂടെ താമസിച്ചു? എലിസബത്തിൻ്റെ കൂടെ താമസിച്ചു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം, 9-ാം മാസം വരെ പ്രസവിപ്പാനുള്ള കാലം. അപ്പോൾ ഏതാണ്ട് 3 മാസം മറിയം എലിസബത്തിനെ ശുശ്രൂഷിച്ചു. സ്വന്തം വേദനയാണ്, ഇനിഷ്യൽ സ്റ്റേജാണ് പ്രഗ്നൻസിയുടെ, ഒത്തിരി അതിൻ്റെ മോർണിംഗ് സിക്നസ് ഒക്കെ ഉണ്ടാകാം. എന്നിട്ടും ഈ പെൺകുട്ടി കഷ്ടപ്പെട്ട് മലനാട്ടി വരെ പോയിട്ട് അവരനെ ശുശ്രൂഷിച്ചു. അവൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ 3 മാസം മറ്റൊരാളെ ശുശ്രൂഷിപ്പാൻ ഉഴിഞ്ഞു വെച്ച ഒരമ്മയുടെ, ഒരു ഗർഭിണി പെൺകുട്ടിയുടെ വയറ്റിൽ പിറക്കാൻ കർത്താവ് ഇഷ്ടപ്പെടുക. അപ്പം രണ്ടാമത്തെ അവിടുത്തെ ഒരു പ്രത്യേകത, അവരിന് വേണ്ടി സ്വന്തം സമയവും സ്വന്തം ജീവിതവും 3 മാസം എന്നൊക്കെ പറയുന്ന ചെറിയൊരു കാലമല്ല. കാരണം ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ. അതിനകത്ത് 3 മാസം മറ്റൊരാൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരമ്മയുടെ മകനായിട്ടാണ് ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത്. അപ്പം നോക്കൂ, അവരനെ ശുശ്രൂഷിച്ച മറിയത്തിൻ്റെ വീട്ടിൽ, അവരനെ ശുശ്രൂഷിച്ച മറിയത്തിൻ്റെ വീട്ടിൽ നോക്കൂ പ്രിയരെ, ഒരു രാത്രി ഒരാൾക്കൊരാവശ്യം ഉണ്ടായാൽ പോലും പോകാൻ മടിക്കുന്ന ലോകത്ത്, പറഞ്ഞില്ലേ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഫോൺ കോളൊക്കെ ഒരു ഷൂട്ടിങ്ങിനിടെ എടുത്തിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയെത്തിയ ഒരു ഡോക്ടറുടെ മുഖം ഇന്നും ഓർക്കപ്പെടുന്നെങ്കിൽ, പ്രസംഗിക്കപ്പെടുന്നെങ്കിൽ 3 മാസം മറ്റൊരാൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച മറിയം ഇന്ന് ഓർക്കപ്പെടുകയാണ്. എന്താണ് ആ കൾച്ചറിൻ്റെ പ്രത്യേകത? മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരുന്ന മറിയത്തിൻ്റെ സ്വഭാവത്തെ കാണാൻ കഴിയും. അപ്പം കുറ്റം, കുറവ്, സ്വന്തം പങ്കാളിയുടെ കുറവ് ആരും അറിയരുതെന്ന് ആഗ്രഹിച്ച 2, ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട 3, മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ വേദനകളിലേക്ക് ഇഴുകിച്ചേരാനായിട്ട് ഒരു 3 മാസം എടുത്ത മറിയത്തെ നാം അവിടെ കാണുകയാണ്. വീണ്ടും കാലം മുമ്പോട്ട് പോകുമ്പോൾ ഇവർ ദൂതം വന്നിട്ട് അവരോടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മറിയത്തിൻ്റെ പ്രത്യേകത 2:19, മറിയം ഈ വാർത്തയൊക്കെ എവിടെ സംഗ്രഹിച്ചു? ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. 4-ാമത്തെ ഒരു പ്രത്യേകത, മറിയത്തിൻ്റെ കേട്ടുന്ന വചനങ്ങളെല്ലാം എവിടെ സംഗ്രഹിച്ചു? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമ്മൾ എന്തുമാത്രം വചനം കേൾക്കുന്നുണ്ട്, പല വചനങ്ങളും ഓർക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ എനിക്ക് ചിലരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഞാൻ 137-ാമത്തെ വീട്ടിലെ സഭായോഗത്തിൽ എളിയദാസന് പ്രസംഗിക്കാൻ കർത്താവ് കൃപ തന്നു, പവർ വിഷൻ്റെ 137. ഇടയ്ക്ക് എവിടെയൊക്കെയോ ഒന്ന് ആവർത്തനം വന്നപ്പോൾ ചില അമ്മച്ചിമാർ എന്നെ വിളിച്ച് പറഞ്ഞു, അത് 80-ാമത്തേനകത്ത് പറഞ്ഞായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇവരിങ്ങനെ കുറിച്ചെടുത്താൽ ഞങ്ങൾ മര്യാദയായി. അപ്പം നിങ്ങളെല്ലാവരും പലരും ഓർക്കപ്പെടുന്നില്ലെന്നുള്ള പ്രാഗൽഭ്യത്തിലാണ് ഞങ്ങളിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പം നോക്കൂ, മറിയത്തിൻ്റെ പ്രത്യേകത, ഈ പറഞ്ഞതെല്ലാം ഹൃദയത്തിൽ എന്ത് ചെയ്തു? സംഗ്രഹിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ധ്യാനിച്ചു കൊണ്ടിരുന്നു. കേൾക്കുന്ന വചനങ്ങൾ ഒഴുകിപ്പോകാതെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കാനായിട്ടുള്ള കൃപ കിട്ടണം. ഒന്ന് സ്തോത്രം ചെയ്യാമോ? അപ്പം നോക്കൂ, ഹൃദയത്തിൽ സംഗ്രഹിച്ച് എന്ത് ചെയ്തു? ധ്യാനിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് 2-ാമത്തെ അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യത്തെ കാണുന്നു. അവൻ്റെ അമ്മയപ്പന്മാർ യേശു കർത്താവുമായിട്ട് പോവുകയാണ്. അവിടെയാണ് നമ്മൾ കാണുന്നത്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു, ദൈവകൃപ അവൻ്റെ മേൽ ഉണ്ടായി. 41, അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും എവിടെ പോകുമായിരുന്നു? പെരുന്നാളിന് പോകുമായിരുന്നു. അങ്ങനെ അവർ പെരുന്നാളിന് പോവുകയാണ്. ചെറിയൊരു കാര്യമല്ല, ആണ്ടുതോറും പെരുന്നാളിന് പോവുക. ഈ പെരുന്നാളെന്നൊക്കെ പറയുന്നത് നമുക്കിന്ന് ഒരു ആവേശത്തിൻ്റെ പെരുന്നാളാണ്. പക്ഷേ അവരന്ന് വർഷാന്തര യാഗമൊക്കെ കഴിക്കാൻ വേണ്ടി വളരെ ഭക്തിയാന്തരപൂർവ്വം പോകുന്ന ഒരു കാര്യമാണ് എന്ത്? പെരുന്നാൾ. നമുക്ക് ഒരു സിറിയൻ കൾച്ചറിലൊക്കെ പെരുന്നാൾ ഒരു വലിയ ബഹളമാണ്. വെട്ടിയും ചെണ്ടമേളവും എന്ന് വേണ്ട പഞ്ചവാദ്യവും
മുത്തുക്കുടകളും ഒക്കെ ഉള്ളതാണെന്ത് പെരുന്നാളെന്നൊക്കെ പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ റാന്നിയിലെ പെരുന്നാളൊക്കെ ഭയങ്കര, റാന്നിക്കാരൊക്കെ കാണും, ഭയങ്കര മൈലുകൾ നീളുന്ന റാസ, ഭക്തി നിർഭരമായ റാസ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ അപ്പച്ചനായിരുന്നു, ഞങ്ങൾ 2 കൊച്ചുമക്കളും ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അപ്പച്ചനായിരുന്നു ജീപ്പിൻ്റെ മുമ്പിൽ, ഏറ്റവും മുമ്പിൽ ഭയങ്കര വാഗ്ധോരണിയായിരുന്നു, വാചകം ഇങ്ങനെ ഒഴുകി തഴുകി വരും. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് അനൗൺസ് ചെയ്യും, ഇതാ ഭക്തി നിർഭരമായ റാസ, ഈ ഗ്രാമവീതിയെ രാജവീതിയാക്കിക്കൊണ്ട് ഈ വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെ അടിവെച്ച് മന്ദം മന്ദം നടന്നു വരികയാണ്. അപ്പോൾ ഏറ്റവും പുറകിൽ പൂര അടി നടക്കും. അതാണ് ഫ്രണ്ടിൽ അനൗൺസ് ചെയ്യുക, ഇതാ അടിവെച്ച് ഇങ്ങനെ മന്ദം നടന്ന്, എന്തോ ഒരു വാക്കുകളാണ്. അപ്പോൾ ഇതായിരുന്നു പെരുന്നാൾ. പലയിടത്തും അടിയാണ് പെരുന്നാളിൽ, വെടിയാണ് പെരുന്നാളിൽ. പക്ഷേ ആ പെരുന്നാളല്ല ഇവിടെ പറയുക, വർഷാന്തരയാകോ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അവരെങ്ങനെ പോകുമായിരുന്നു? ആണ്ടുതോറും പോകുമായിരുന്നു. അർത്ഥം, ആരാധന മുടക്കാത്ത ഒരു വീട്ടിലാണ് യേശു ജനിച്ചത്. പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. 12 വയസ്സായപ്പോൾ പതിവ് പോലെ എന്തിനു പോയി? ആരാധനയ്ക്ക് പോയി. വലിയൊരു ആളൊന്നും ആയിരുന്നില്ലെങ്കിലും ഒരു 5 അടി കഷ്ടിച്ചുള്ള ഒരമ്മയുടെ മകനാണ് ഞാൻ, ഒരു ANM നേഴ്സ്. എങ്ങിട്ടും എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ള സാക്ഷിയുണ്ട്. അമ്മയുടെ വീട് റാന്നി തന്നെയായിരുന്നു. അവിടെ പ്രസവത്തിന് പോയി കിടന്നു. ആ സമയത്ത് വെള്ളപ്പൊക്കം കൊണ്ട് ഇരുകര മുട്ടി വള്ളത്തെ, ഈ കൊച്ചിനെ കൊണ്ട് വള്ളക്കാരൻ കയറ്റാത്ത ആഴ്ച ഒഴിച്ചാൽ പ്രസവത്തിന് പോലും എൻ്റെ അമ്മ ആരാധന മുടക്കിയിട്ടില്ലെന്ന്. പ്രസവിച്ച വീട്ടിൽ നിന്ന് 3 മാസം അല്ല 9 മാസമായിട്ട് ഇപ്പോഴും കൊച്ചിനെ കൊണ്ട് പുറത്തിറങ്ങാത്തവരുണ്ട്. പക്ഷേ അമ്മ പറഞ്ഞൊരു സാക്ഷ്യം, വള്ളത്തെ കയറ്റാഞ്ഞ ആഴ്ച ഒഴിച്ചാൽ ഒരാഴ്ച പോലും ആരാധന മുടക്കത്തില്ലായിരുന്നു. ഇതിനിടയ്ക്ക് പലവട്ടമായി അഡ്മിറ്റായി. എങ്ങനെങ്കിലും കാലെ പിടിച്ച് ഡോക്ടർമാർ അവസാനം ഇറക്കി വിടും. കയ്യെ ഫിസ്റ്റിലെ എല്ലാം ഇട്ടിട്ട് നോക്കൂ, ആരാധനയ്ക്ക് വന്നിരിക്കും. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരുടെ കയ്യെ കാലെ പിടിച്ച് ഇറങ്ങി വരും. എന്തിനാ? ആരാധനയ്ക്കിരിക്കാൻ. ദേഹം നിറച്ച് സിറിഞ്ചൊക്കെ ആയിട്ട് വന്ന് ആരാധനയ്ക്കിരിക്കും. നഷ്ടമൊന്നും ഉണ്ടായില്ല. ആരാധന മുടക്കാതിരുന്നാൽ വലിയ അനുഗ്രഹങ്ങളുണ്ട്. കരമുയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചേ. ഇരുകരങ്ങളും ഉയർത്തി ഇത്ര അവസരങ്ങളൊക്കെ ഇപ്പം ലഭിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ്റെ അമ്മയെ എനിക്ക് ഓർമ്മയുണ്ട്. അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് അമ്മയ്ക്ക് വളരെ പ്രായത്തിൽ ഞാനാണ് സ്നാനം കൊടുക്കാൻ ദൈവം ഇടയാക്കിയത്. ആ അമ്മയ്ക്ക് തീരെ വയ്യ. അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നൊരമ്മയാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഒരമ്മയാണ് അമ്മച്ചി എൻ്റെ അമ്മയോട് പറയായിരുന്നു, എനിക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരണം. അപ്പോൾ അമ്മച്ചിക്ക് വയ്യ. അമ്മച്ചി എങ്ങനെങ്കിലും കൊണ്ടുവരണം. ഒടുവിൽ ഞങ്ങൾ ആ അമ്മച്ചിയെ യോഗത്തിന് കൊണ്ടുവരും. യോഗത്തിന് ഇരിക്കാൻ വയ്യ. അമ്മച്ചിക്ക് വേണ്ടി പുറകിലൊരു കട്ടിലിടും. ആ കട്ടിലേക്ക് കിടന്നുകൊണ്ട് അമ്മച്ചി കൈയടിക്കും. അമ്മച്ചിക്ക് കൂടെ വാഷ്റൂമിൽ പോകണം. അതിന് ഞങ്ങളൊരു മറ വെച്ച് കൊടുത്തു, ഒരു കോളാമ്പിയും വെച്ച് കൊടുത്തു ഹോളിനകത്ത്. എന്നാൽ പോലും അമ്മച്ചി യോഗത്തിന് വന്ന് ഈ കട്ടിലേക്ക് കിടന്നുകൊണ്ട് കൈയടിക്കുമായിരുന്നു. അവരുടെയൊക്കെ മക്കളെയൊക്കെ തമ്പുരാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു കാര്യം ഓർക്കുക, ആരാധന മുടക്കാതിരുന്നാൽ ആ കൾച്ചറുണ്ടോ, തമ്പുരാൻ്റെ കൃപ നമ്മുടെ മേലുണ്ടാകും. ഇരുകരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി ചേർത്ത് അല്പനേരം അടിച്ച് സ്തുതിച്ച് ആരാധന മുടക്കാതിരിക്കുക. എല്ലാവരും സ്തുതിച്ച് ആരാധിച്ച് അടകന രഗജക രപനക രംധന ഹത്തന റിഖല ഭക്ഷണ വൈഡക രംധന ദീഗന ഹംദ കടകം ശകനം ദിഗനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന മുടക്കരുത്. ആരാധനയ്ക്ക് നേരത്തെ വരണം. കത്തദാസൻ പറഞ്ഞതുപോലെ 9:30 വരാൻ ഒക്കുന്നവർ 9:30 തന്നെ വരിക. ചെറിയൊരു മത്സര ബുദ്ധി. എന്തിനാണ്? ഏറ്റവും നേരത്തെ വരാൻ. എന്തിന്? ആരാധനയിൽ പങ്കുചേരാൻ വേണ്ടി. ആരാധന ചെറിയൊരു കാര്യമല്ല. ഒരു വീട്ടിലിങ്ങനെ കുറച്ച് ദിവസം താമസിച്ചു. ഈ കൊച്ചായുസിൽ എത്രയോ വീടുകളിൽ താമസിച്ചു. എന്തെല്ലാം ഓർമ്മകൾ. എന്നിട്ടും ആ മക്കൾ നല്ല പുണ്യമുള്ള മക്കൾ. ഈ പറഞ്ഞ പോലെ എന്തൊരു വിനയം, എന്തൊരു ഭാഗ്യം. മെഡിക്കൽ ഡോക്ടേഴ്സൊക്കെയാണ്. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, ഭാഗ്യപ്പെട്ട ഒരമ്മയാണ് നിങ്ങൾ. എന്നാൽ ഇത്രയും നല്ലൊരു മക്കൾ, ഇത്രയൊക്കെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉയർന്നിട്ടുള്ളൂ. എന്തൊരു ബഹുമാനാ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ പുണ്യമുള്ളോളാ. പക്ഷേ അമ്മ ഇറങ്ങിയപ്പോൾ കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞു, ഇതിനൊന്നും യോഗ്യതയില്ല. പിന്നെ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം, ഒത്തിരി സ്ഥലത്ത് താമസിച്ചു, വിദേശത്തും പലയിടത്തായിട്ടൊക്കെ. എവിടെ താമസിച്ചാലും രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ആരാധനയ്ക്ക് ചെല്ലുവാണെങ്കിൽ ആദ്യം ചെന്നിരിക്കും.
പോരുവാണെങ്കിൽ ഏറ്റവും ഒടുവിൽ അവിടുത്തെ പായെല്ലാം പറക്കി വെച്ച് കസേരയെല്ലാം പിള്ളേരെ കൊണ്ട് അടുക്കിച്ചിട്ടേ ഞങ്ങൾ പോരത്തുള്ളൂ. ഏത് യോഗത്തിന് പോയാലും ഏത് സഭയിൽ പങ്കുചേർന്നാലും ആദ്യം ചെല്ലുന്നതും ഞങ്ങളായിരിക്കും, അവസാനം പോകുന്നതും ഞങ്ങളായിരിക്കും. അതായിരിക്കാം ദൈവം ഒരു ക്വാളിറ്റി ആയിട്ട് കണ്ടത്. അതൊരു സത്യ ആരാധനയിൽ കാണിക്കുന്ന ആ തീഷ്ണതയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരാധനയ്ക്ക് കാണിക്കുന്ന തീഷ്ണതയെ കാണിക്കുന്ന ഓർക്കുന്ന ദൈവം. ഇവിടെ അവർ പതിവ് പോലെ എന്തിനു പോയി? ആരാധനയ്ക്ക് പോയി. പതിവ് പോലെ ആരാധനയ്ക്ക് പോയി, മുടക്കാതെ പോയി. പെരുന്നാൾ കഴിഞ്ഞു തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ പൈതൽ കൂട്ടത്തിലുണ്ടോ ഇല്ലയോ എന്ന് അമ്മയപ്പന്മാർ എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല. നമുക്കത് 12 വയസ്സേ ഉള്ളൂ. അത്ര ചെറിയൊരു കാര്യമല്ല. കുഞ്ഞിനെ തപ്പത്തില്ലേ? 12 വയസ്സ് പോയിട്ട് ഒരു 18 വയസ്സായാൽ പോലും നമുക്ക് കണ്ടില്ലെങ്കിൽ ഒരു അങ്കലാപ്പും ആദിയും വ്യാധിയും എല്ലാം ഉണ്ടാകത്തില്ലേ? അപ്പോൾ അമ്മമാരൊക്കെ പറയും ഒരു കൊട്ട തീ വയറ്റിലോട്ട് വീണു. പിന്നെ ലോകത്തുള്ളവരെ എല്ലാം വിളിച്ച് ചോദിക്കും. ഇതുങ്ങളൊക്കെയാണെങ്കിൽ പലരും ഫോൺ എടുക്കത്തുമില്ല. കാരണം അവരിങ്ങനെ അങ്ങനെ വരും, അവർക്ക് ഈ വ്യാധി അറിയത്തില്ലല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് എന്തൊരു ആദിയായിരിക്കും. പക്ഷേ ഈ അമ്മയുടെ പ്രത്യേകത, സന്ധ്യ വരെ കുഞ്ഞുണ്ടോയെന്ന് എന്ത് ചെയ്തില്ല, തിരക്കിയില്ല. എന്താ കാര്യം എന്നറിയാമോ? സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. 44 അർത്ഥം നല്ല അയൽബന്ധം. അന്ന് ഈ തീർത്ഥാടകരൊക്കെ പോകുന്ന ഒറ്റയ്ക്കല്ല. ഇന്നും റാന്നി ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലാണ്. അതുവഴി ധാരാളം ആളുകൾ നടന്നു പോകും. ഒറ്റയ്ക്കല്ല പോവുക, നടന്നു പോകുന്നവരെല്ലാം കൂട്ടമായിട്ടാണ് പോവുക. അവർ കൂട്ടമായിട്ട് പോകും, കൂട്ടമായിട്ട് വിരിവിരിക്കും, കഞ്ഞി വെക്കും, ഒരു സംഘം ചേർന്നാണ് പോവുക. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ തിരക്കിയില്ല. കാരണം ഈ കൂട്ടത്തിലുള്ളവരുടെ ആരുടെയെങ്കിലും കൂട്ടത്തിന് ആര് കാണുമെന്ന് ഓർത്തു? കുഞ്ഞ് കാണുമെന്ന് ഓർത്തു. അർത്ഥം അയൽക്കാരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരമ്മയായിരുന്നു ആര്? ഇവർ. ബന്ധങ്ങൾ വലിയൊരു കാര്യമാണ്. അയൽബന്ധങ്ങളൊക്കെ നല്ലതുപോലെ വേണം. അയൽബന്ധങ്ങൾ വേണം. പൊറുക്കണേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റുന്ന പലരുടെയും ഒരു വിഷയമാണ് അയൽക്കാർ കൂടോത്രം ചെയ്തെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. കൂടോത്രം ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ എൻ്റെ കൈകൊണ്ട് വാരിയ കൂടോത്രത്തിന് കയ്യും കണക്കില്ല. പക്ഷേ കൂടോത്രമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ അയൽക്കാരും കൂടോത്രം ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ കാര്യം ചോദിച്ചാൽ, ലോക്കൽ കൂടോത്രക്കാരന് ഇപ്പോൾ ഒരു 10-15 രൂപ കൊടുത്താലേ കൂടോത്രം ചെയ്യത്തുള്ളൂ. ഫ്രീ ആയിട്ട് കൂടോത്രം ചെയ്തു തരുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു കൂടോത്രക്കാരന് കൂടോത്രം ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണം. അത്രയും പൈസ നിങ്ങൾക്ക് വേണ്ടി അവർ മുടക്കും. അത്രയും പൈസ മുടക്കും. അത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ എത്ര കിലോ ഇറച്ചി അവിടെ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കും. അപ്പം ഈ പല കൂടോത്രങ്ങളും ചുമ്മാ ചിന്തിക്കുന്നതാണ്. അത്രയും പൈസയൊന്നും മുടക്കത്തില്ല. പ്രിയരെ, നിങ്ങൾ മുടക്കുമോ അവർക്ക് വേണ്ടി അത്രയും പൈസ? അപ്പോൾ പൈസയൊന്നും അത്രയും മുടക്കത്തില്ല. പക്ഷേ കൂടോത്രം ഇനി ചെയ്താൽ എന്തെങ്കിലും പറ്റുമോ? പറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത്. എന്തെല്ലാം ഈ ആഭിചാര കർമ്മങ്ങളുടെയൊക്കെ അപ്പുറത്തൂടെയൊക്കെയാണ് നമ്മൾ എപ്പോഴും ഓർത്തണം. നമ്മളിതിൻ്റെയൊക്കെ മീതെ ഇങ്ങനെ സ്തോത്രം ചെയ്ത് നടക്കേണ്ടവരാണ്. അപ്പം ഇവർക്കിതൊന്നും പേടിയില്ല. നമുക്ക് നല്ല എന്തുണ്ടായിരുന്നു? അയൽബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ദിവസം പോന്നിട്ടും ആരില്ലെന്നോർത്ത്, കുഞ്ഞില്ലെന്നോർത്ത് തിരിച്ചു പോയി. പ്രിയരെ, തിരിച്ചു പോയി. എത്ര ദിവസം ടെൻഷൻ അടിച്ചാണ് തിരിച്ചു പോവുക. ഒരു കുഞ്ഞിനെ 2 ദിവസം കാണാനിങ്ങനെ നടന്നു. ടെൻഷൻ അടിക്കുമോ? പറ. അല്ല, അമ്മമാരെ ഒന്ന് കൈപൊക്കിക്ക്. അമ്മമാർ കൊച്ചിനെ കണ്ടില്ല ടെൻഷൻ അടിക്കുമോ? കൊച്ചിനെ പോട്ട് കൊച്ചുമോളെ കണ്ടില്ല ടെൻഷൻ അടിക്കുമോ? എന്തോ ഒരു ടെൻഷൻ ആയിരിക്കും. ടെൻഷൻ അടിച്ച് തിരിച്ചു പോയപ്പം താണ്ട് 3-ാം ദിവസം ചെന്നപ്പം അടുത്ത ഒരു വലിയ കാര്യം കണ്ടു. 12 വയസ്സുള്ള കുഞ്ഞ് എവിടെ ഇരിക്കുകയാണ്? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുക. എല്ലാവരും വിസ്മയിക്കുക. അതാണ് അടുത്തൊരു പ്രത്യേകത. ഈ വീട്ടിൽ വളർന്ന കുഞ്ഞ് 12 വയസ്സിൽ എവിടെ ഇരിക്കുകയാണ്? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുക. നമ്മുടെ എല്ലാം 12കാരെ എവിടാന്ന് ഓർത്തോണേ. നമ്മുടെ എല്ലാം 12കാർ എവിടെ ആയിരിക്കും? അവരേതെങ്കിലും വീഡിയോ ഗെയിമിലായിരിക്കും, അവരേതെങ്കിലും ഇൻസ്റ്റാഗ്രാം ചാറ്റിലായിരിക്കും, എന്തെങ്കിലും എവിടെ ആയിരിക്കും. അവർക്കെല്ലാം അറിയാം. നമുക്ക് ഇതൊന്നും അറിയാൻ വയ്യാത്ത അവർക്കെല്ലാം അറിയാം. പക്ഷേ ഈ 12കാരൻ എവിടെ ഇരിക്കുകയാണ്? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിയിരിക്കുക. അപ്പോൾ ഈ അമ്മ അവിടെ ചെന്നിട്ടൊരു കാര്യം വിളിച്ചു. മോനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്താ? ഈ 3 ദിവസം ടെൻഷൻ അടിച്ച് വിളിച്ചിട്ട് അമ്മ മോനെ വിളിച്ച എന്താ? മോനെ എന്നാണ് വിളിച്ചത്. നമ്മളാണ് എന്ത് വിളിക്കും? 3 ദിവസം ടെൻഷൻ അടിച്ച് എന്നാൽ എന്താ വിളിക്കും? പറയരുത്, ഉപവാസ പ്രാർത്ഥനയാണ്. എന്നാലും എല്ലാവരുടെയും നാക്കിൻ്റെ അറ്റത്തൊരു വാക്ക് കാണും, അതൊക്കെ വിളിക്കും. പക്ഷെ ഈ അമ്മ 3 ദിവസം കഴിഞ്ഞ് എന്നിട്ടും വിളിച്ച് എന്താ? എന്നെ അങ്ങ് അത്ഭുതപ്പെടുത്തി. എനിക്ക് പാടാം കേട്ടോ, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും വലിയൊരു കൾച്ചർ എന്താണെന്നറിയാമോ? ഏറ്റവും വലിയ കൾച്ചർ ഭാഷയാണ്. ചെറിയൊരു കാര്യമല്ല, ഭാഷ ഭയങ്കര കൾച്ചറാണ്.
ഞാനൊരിടത്തിരിക്കുമ്പോൾ ഒരു സാധുവായ മനുഷ്യൻ, വലിയ ആൾക്കാരൊന്നും അല്ല അവർ, അവരുടെ മക്കൾ തമ്മിൽ എന്തോ പ്രശ്നമൊക്കെ വന്നപ്പോൾ, പ്രശ്നം തീർക്കാനൊക്കെ വന്ന ബന്ധുക്കാരൊക്കെ ഇച്ചിരി ഉത്സാഹമായപ്പോൾ നിങ്ങളുടെ വീട്ടുകാരെ ഇളക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അപ്പന് ആ മക്കളോട് ചോദിച്ചു, ഇന്ന് വരെ ഞാൻ നിൻ്റെ അമ്മയെ എടീന്ന് വിളിച്ച് നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിൻ്റെ അമ്മയെ ഞാൻ എടീന്ന് വിളിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെന്ന് ഒരു കൊച്ചൻ സാക്ഷ്യം പറയുക. ഇന്ന് വരെ എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ എടീന്ന് വിളിച്ച് കേട്ടിട്ടില്ല. എന്നാൽ ഞാൻ വേറൊരു രസകരമായൊരു കാര്യം കേട്ടു. ഞങ്ങളുടെ ഒരു പാസ്റ്റർ വീട്ടിൽ ഒരു സായിപ്പ് താമസിക്കുക. അപ്പം സായിപ്പ് കൂടെ കൂടെ കേൾക്കുന്ന ഈ അച്ചായൻ അമ്മമ്മയെ വിളിക്കുന്ന എടിയേ പേര്, എടിയേ പേര്. അപ്പോൾ ഈ സായിപ്പിന് പിടി കിട്ടുന്നില്ല, എടിയേ പേര്. അപ്പോൾ സായിപ്പ് പോരാൻ നേരത്ത് ചോദിച്ചു, യു ആർ ഓൾവേസ് കോളിങ് യുവർ വൈഫ് എഡി ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എഡി? അച്ചായൻ പറഞ്ഞു, യു പീപ്പിൾ ഓൾവേസ് കോൾ ഹണി ആൻഡ് യുവർ ഹണി ഈസ് അവർ, യുവർ ഹണി ഈസ് അവർ എഡി. അപ്പോൾ യുവർ ഹണി ഈസ് അവർ എഡി. ഇന്ന് വരെ പേര് വിളിക്കാത്ത, എടീന്ന് വിളിക്കാത്ത ഭർത്താക്കന്മാരൊക്കെ ലോകത്തുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്. നമ്മുടെ KC സാറിൻ്റെ ഒരു ബർത്ത്ഡേക്ക് മോള് പറഞ്ഞ സാക്ഷിയാണ്, ഇന്ന് വരെ അമ്മ അങ്ങനെ വിളിച്ച് കേട്ടിട്ടില്ല, ഞങ്ങളെപ്പോലും പേര് വിളിച്ചിട്ടില്ല. ചെറിയ മനുഷ്യരൊക്കെ ഒത്തിരി പേരുണ്ട്, ഭാഷ കൊണ്ട് സമ്പന്നമായിരിക്കുന്ന ഒത്തിരി പേര്. കുഞ്ഞെന്നല്ലാതെ വിളിക്കാത്ത കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നോക്കൂ, ഭാഷ ഇത്രയും ടെൻഷൻ അടിച്ച് എന്നിട്ടും വിളിച്ച എന്താ? മോനെ എന്ന് വിളിച്ച്. ഞാൻ അമേരിക്കയിൽ താമസിക്കുക. സാധാരണ നമ്മുടെ പിള്ളേരൊക്കെ ഈ ചെറിയ നഴ്സറി ക്ലാസ്സിലൊക്കെ പോയിട്ട് വരുമ്പം ഒരു കൊച്ചു ഭാഷ പിടിച്ചുകൊണ്ട് വരും. ഇവരിത് എപ്പോഴാണ് പ്രയോഗിക്കുന്നറിയാം? 10 പേര് നിൽക്കുമ്പം നമ്മളെ അങ്ങ് വിളിക്കും. അപ്പം നമ്മൾ ഇന്നങ്ങ് ചമ്മും. അപ്പം നമ്മൾ പറയും, എവിടെ പോയപ്പം പഠിച്ച? സ്കൂളിൽ പോയപ്പം പഠിച്ചു. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അംഗൻവാടി പോയപ്പം പഠിച്ചാന്ന് പറയും. അവിടെ എല്ലാ പിള്ളേരും അങ്ങ് വരിക, അവിടുന്ന് പഠിച്ചാന്നൊക്കെ പറയും. അപ്പം ഞാൻ അമേരിക്ക താമസിക്കുക. 2 കൊച്ചു പിള്ളേരെ എന്നെ ഏൽപ്പിച്ചിട്ട് അവരെല്ലാം പോയി. അപ്പോൾ ഈ കൊച്ചുങ്ങൾ എന്നോട് പെട്ടപ്പെടോന്ന് ഇംഗ്ലീഷ് പറയും. എനിക്ക് അങ്ങോട്ടും ആക്സെൻ്റ് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. അത്തം അവിടെ ആ സ്ലാങ്ങിൽ പറയും. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, കുഞ്ഞെ ഡു വൺ തിങ്, കുഡ് യു പ്ലീസ് ടോക്ക് വിത്ത് മീ മലയാളം? അവളോട് പറഞ്ഞു, അങ്കിൾ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ഇൻ മലയാളം, ഐ ഹേറ്റ് ദിസ് ലാംഗ്വേജ് മലയാളം. ഇത് പറയും. ഇളയ കൊച്ചിന് ഒറ്റ അടി വെച്ച് കൊടുത്തു. അവിടെ പച്ചത്തെറി മലയാളത്തിൽ വിളിച്ചു. അപ്പം ഞാൻ പുറത്തിറങ്ങി നോക്കി, അംഗൻവാടിയുണ്ടോ? ഏതായാലും അമേരിക്കയിൽ എന്തോ ഇല്ല അംഗൻവാടി, അമേരിക്ക അംഗൻവാടിയില്ല. അപ്പോൾ ഇത് എവിടുന്ന് പഠിച്ചതാ? വീട്ടിൽ നിന്ന് പഠിച്ചു. പക്ഷേ ഈ കൾച്ചർ കണ്ടോ? എനിക്ക് ആ കൾച്ചർ എന്നുള്ള വാക്ക് ഞാനങ്ങ് പിടിച്ചു പോയാൽ കേട്ടോ. ഈ കൾച്ചർ കണ്ടോ? എന്താ കൾച്ചർ? ഇത്രയും ദേഷ്യം വന്നപ്പോഴും എന്താ വിളിച്ചേ? മോനെ എന്നാ വിളിച്ചു. കർത്താവിന് ഇതുപോലെ ദേഷ്യം വന്നു. കർത്താവിൻ്റെ അങ്ങേയറ്റത്തെ ദേഷ്യം വന്നപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, നീ പോയി ആരോട് പറയാൻ? കുറുക്കനോട് പറയും. അതുകൂടെ പിന്നെ തെബരിയാസിൻ്റെ കടക്കരെ കടൽ തീരത്ത് കാണുന്നുണ്ട്. എല്ലാം പിന്മാറ്റത്തിൽ പോയിട്ട് രാത്രി മുഴുവൻ നശിപ്പിച്ച് തിരിച്ച് വന്ന് കുറേ പിള്ളേർ ശിഷ്യന്മാരാ. യേശു എന്താ വിളിച്ചേ? കുഞ്ഞെ, കൂട്ടാൻ വല്ലതും ഉണ്ടോ? ഞാൻ കർത്താവോട് ചോദിച്ചു, ഇത്രയും കാണിച്ചിട്ട് ഇവരെ എന്താ കുഞ്ഞെന്ന് വിളിച്ചേ? അപ്പം കർത്താവ് പറയും, 12ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ എന്നെ എന്താ വിളിച്ചു? മോനെ എന്ന് വിളിച്ചു. മോനേന്ന് വിളിച്ചു. അമ്മയുടെ മോൻ എന്തെന്ന് വിളിച്ചു? കുഞ്ഞുങ്ങളെ, മൈ ഡിയർ ലിറ്റിൽ ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചു. അപ്പോൾ ഏറ്റവും വലിയൊരു കൾച്ചറാണ് ഭാഷയുടെ ഒരു കൾച്ചർ. കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഭാഷ വിശുദ്ധമാകാൻ, ഭാഷ കരമുയർത്തി എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവേ, ഞങ്ങളുടെ ഭാഷകളിൽ കുറച്ചുകൂടെ ദൈവീകത വരുവാനായിട്ട്. ആ ക്രിസ്ത്യൻ കൾച്ചർ എത്ര പ്രകോപനം ഉണ്ടായാലും ഞാൻ ബഹുമാനത്തോടെയും ആദരവോടെയും ക്ഷമയോടെയും ഒരു വാക്ക് പറയാണ്. അൺപാർലമെൻ്ററി ആണെങ്കിൽ എന്നോട് പൊറുക്കണം. അൺപാർലമെൻ്ററി ആണെങ്കിൽ എന്നോട് പൊറുക്കണം. ഞാൻ സാധാരണ മലയാളം സ്കൂളിൽ പഠിച്ച ഒരാളാണ്. അപ്പോൾ എൻ്റെ വായിന്ന് കൂടെ പലപ്പോഴും വരുന്ന ഒരു വാക്കായിരുന്നു. അത് ഞങ്ങളുടെ നാന്നിക്കാരെല്ലാം പറയുന്ന ഒരു വാക്കാണ്, കോപ്പെന്നൊരു വാക്ക് പറയാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ക്ഷമിക്കണേ. അപ്പോൾ ആ വാക്ക് പറയുമ്പോൾ എനിക്ക് അതിനകത്തൊരു ജസ്റ്റിഫിക്കേഷനൊക്കെ ഉണ്ട്. യുദ്ധം ചെയ്യുന്നവരും കോപ്പ് സൂക്ഷിക്കുന്നവർക്കും ഒരുപോലെ പ്രതിഫലം കൊടുക്കും എന്നൊക്കെ ഒരു വാക്യമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളതിനെ അങ്ങ് ജസ്റ്റിഫൈ ചെയ്തു. ഞാൻ അവിടെ തിരിക്കുമ്പോൾ ഒരു ദൈവദാസ എന്നോട് ദൂത് പറഞ്ഞു, നിൻ്റെ വായിന്ന് ഈ വാക്കൂടെ ഒഴിവാക്കിയാൽ കുറച്ചുകൂടെ അഭിഷേകത്തിൻ്റെ മൂർച്ച കൂടുമെന്ന്. അപ്പോൾ എന്നെ അത് വല്ലാതെ ചിന്തിപ്പിച്ചു. ആ ഒരു വാക്ക് പോലും ദൈവാത്മാവ് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പരിശുദ്ധാത്മാവ് പ്രവാചകനിലൂടെ അറിയിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്തുമാത്രം നമ്മുടെ കൃപ ചോരാതെ സൂക്ഷിക്കണം. കർത്താവെ, എൻ്റെ വാക്കുകളിൽ കൃപ ചോരാതെ എന്നെ സൂക്ഷിക്കണേ എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം കരമുയർത്തി ദൈവത്തോട് ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിച്ച് ആരാധന മുടക്കാത്ത
ഒരു വീട്, ആരാധനയ്ക്ക് നേരത്തെ വരുന്ന ഒരപ്പനും അമ്മയും, നല്ല കൂട്ടായ്മക്കാരുമായിട്ടുള്ളൊരു ബന്ധം, അത്രയും പ്രകോപനം ഉണ്ടായിട്ട് ഒരു മോശപ്പെട്ട വാക്കുപോലും പറയാത്തൊരമ്മ, ഭാര്യയ്ക്ക് അത്രയും വലിയ കുറ്റം ഉണ്ടായിട്ടും അന്നത്തെ കാലത്ത് അത് ലോകരറിയരുന്ന് ആഗ്രഹിച്ച ഒരപ്പൻ്റെ സംസ്കാരം. തച്ചനാണ്, വെറും ആശാരി, ഇവൻ ആ തച്ചൻ്റെ മോനല്ലയോ. പക്ഷെ അന്ന് പല പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഇല്ലാത്ത ഒരു വലിയ കൾച്ചർ ഈ തച്ചനുണ്ടായിരുന്നു. സ്വന്തം ഭാര്യയുടെ കുറവ് ആരും അറിയരുന്ന് ആഗ്രഹിച്ച ഒരു കൾച്ചർ, സ്വന്തം സഭയുടെ കുറവ്, സ്വന്തം ഭർത്താവിൻ്റെ കുറവ്, സ്വന്തം പാസ്റ്ററുടെ കുറവ് ആരോടും അറിയരുതെന്ന് ആഗ്രഹിച്ച ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം. അതാണ് നീതിമാൻ എന്നൊക്കെ പറയുക. ഇന്ന് നേരെ തിരിച്ചൊരു വലിയ അഭിമാനമായിട്ട് കാണുന്നവരുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അത് വീഡിയോയിലിടുക, ലൈവിലിടുക, അത് ഷെയർ ചെയ്ത് വലിയ പുണ്യമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പ്രിയരെ, ഒരു കൗണ്ടർ കൾച്ചറുണ്ട്, ജോസഫിൻ്റെ ഒരു കൾച്ചർ. ബൈബിൾ ഓൾവേസ് ഗീവ്സ് എ കൗണ്ടർ കൾച്ചർ. വേദപുസ്തകം ഒരു പ്രതിസംസ്കാരത്തിൻ്റെ സംസ്കാരമാണ്. എന്താണ് ആ കൗണ്ടർ കൾച്ചർ? എൻ്റെ കൂട്ടായ്മക്കാരൻ്റെ കുറവ്, എൻ്റെ ഭാര്യയുടെ കുറവ്, എൻ്റെ സഭയുടെ കുറവ് ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന, തെറ്റി ക്ഷമിക്കണേ പറയുന്നുണ്ട്, ലൈവിൽ പോകുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ തന്നെ പറയുകയാണ്. ചിലയിടത്തൊക്കെ പെട്ടെന്നൊരു പ്രകോപനത്തിൽ ചില സഭാന്തരീക്ഷത്തിലുള്ള ഒരു ഉന്തോ തള്ളോ ഒക്കെ ഉണ്ടായപ്പോൾ അത് വീഡിയോ എടുത്തവരാണോ തെറ്റ് ചെയ്തത്? ആ സംഭവത്തിൽ പ്രകോപനത്തിൽ പെട്ടെന്ന് ഉണ്ടായ ഒരു പ്രകോപനം, അതൊന്നും കരുതിക്കുട്ടിയാണെന്ന് ഞാൻ ചിന്തിക്കത്തില്ല. മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായ തെറ്റാണ്. ആരെയായിരിക്കും ദൈവം ശിക്ഷിക്കാൻ പോകുന്നേ? അത് വീഡിയോ എടുത്ത് പുറത്തിട്ടവരെയാണ്. അത് വീഡിയോ എടുത്ത് പുറത്തിട്ടവരെയാണ്. അത് വീഡിയോ എടുത്ത് പുറത്തിട്ടവരെയാണ്. ഞാൻ എൻ്റെ അപ്പൻ എന്നോട് പറയുന്നൊരു കാര്യം ഇരിപ്പുണ്ട്. അത് അവർ പരസ്യമായിട്ട്, ഞങ്ങളുടെ ഒരു സീനിയർ സെൻട്രൽ പാസ്റ്റർ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. സീനിയർ സെൻട്രൽ പാസ്റ്റർ ഞങ്ങളുടെ സഭായോഗത്തിൽ യൂത്ത് ക്യാമ്പിൽ സാക്ഷ്യം പറഞ്ഞൊരു കാര്യമാണ്. എന്നെ അത് പറയുമ്പോൾ രോമം എഴുന്നേറ്റിരിക്കുന്ന അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കൊച്ചി ചെറുക്കനായിട്ട് പപ്പ സഭ ഒരു ആരാധന, ഞങ്ങളുടെ വീട്ടിൽ വളർന്ന ഞങ്ങളുടെ ഒരു കുഞ്ഞാണ്, എൻ്റെ ഒരു അനിയനാണ്. അപ്പം അവിടെ നടന്ന ഒരു കാര്യം, ഇവർ ബാച്ചിലേഴ്സായിട്ട് ആ കൊച്ചു സഭ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഒന്നിച്ച് വളർന്ന കുറേ പിള്ളേരുണ്ട്. അപ്പോൾ ആ സഭയിലെ ഒരു മോടെ കല്യാണം ഉറപ്പ് വന്നു. അപ്പോൾ പാസ്റ്റർ എന്നാലേ പുള്ളിക്ക് അവിടെ പോകണം. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ്റെ കല്യാണം ഉറപ്പാണ്. അപ്പം പാസ്റ്റർക്ക് ഇതിന് കൂടണം. കൊച്ചു പിള്ളേരല്ലേ. പുള്ളി എന്ത് ചെയ്തു? ഇതിന് കൂടി. എന്നിട്ട് അതിന് പകരം ഒരാളെ വിട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങളുടെ അയൽവഴക്കമുണ്ട്, അവരാണ്ട് കുറേ പേര് ഞങ്ങളെ അടിക്കാൻ വരും, അപ്പം ഞാനിവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. പാസ്റ്ററെ അടിക്കാനായിട്ട് ആരാണ്ട് വരുന്നെന്ന് കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? 3-4 ജീപ്പ് പിള്ളേരെ പിടിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പം അമ്മയോട് ചോദിച്ചു, ഇവിടെ എന്തോ അടി? ഇവിടെ ഒരു അടിയുമില്ല. അയൽവക്കത്ത് അടി? അതല്ല, എൻ്റെ പിള്ളേരാ, ഇവിടെ ഒന്നും അടിയൊന്നുമില്ല. പാസ്റ്റർ പറഞ്ഞു, എൻ്റെ മോനെ, പാസ്റ്റർ ആണെന്നില്ല, അവൻ എൻ്റെ മോനല്ലേ, അവൻ കള്ളം പറയുന്നവന്. ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. ഈ അമ്മ ഇത് പറഞ്ഞപ്പോൾ ഇവരങ്ങ് ഒഫൻഡഡായി. ഇവർ നേരെ ജീപ്പ് പിടിച്ച് വീട്ടിൽ വന്നു. ഞങ്ങൾക്കിനി ആ പാസ്റ്ററെ വേണ്ട, കൊച്ചിയർക്ക് കല്യാണം പോലും കഴിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ അമ്മ പെട്ടെന്ന് അതിബുദ്ധി കളിച്ചു. അമ്മമാർക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണ്. അമ്മ പെട്ടെന്ന് കപ്പ വേവിച്ച് തലക്കറിയും വെച്ച് ഇവർക്ക് കൊടുത്തു. പകുതി ശാന്തമായി. കപ്പയൊക്കെ കഴിച്ചപ്പോഴത്തേന് കട്ടൻ കാപ്പിയും കുടിച്ചപ്പോൾ ഇച്ചിരി ഒന്ന് ഒതുങ്ങി. എന്നിട്ട് അപ്പ പറഞ്ഞു, നാളെ വേണമെങ്കിൽ അവനെ മാറ്റാം, പക്ഷേ അതോടുകൂടി അവൻ്റെ ശുശ്രൂഷ തീരും. പക്ഷെ ഞാൻ ഞായറാഴ്ച വന്ന് അവരെയും കൊണ്ട് പരസ്പരം ക്ഷമ അറിയിപ്പിച്ചിട്ട് അവനെ പ്രാർത്ഥിച്ച് മുട്ടക്കുർത്തി വിശുദ്ധീകരിച്ച് അവനെയും കൊണ്ട് കത്രിമേശ എടുപ്പിച്ചു. ഇന്ന് ആ ദൈവദാസൻ 100 കണക്കിന് വിശ്വാസികളുള്ള സഭയുടെ പാസ്റ്റർ കരഞ്ഞുകൊണ്ട് പറയും, അന്ന് അപ്പ ഒതുക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എവിടെയും കാണത്തില്ല. അപ്പോൾ എൻ്റെ അപ്പ എന്നോട് പറഞ്ഞു, ഞാൻ ഒതുക്കിയത് എന്തിനാണെന്നറിയാമോ? ഞാൻ തമ്പുരാൻ്റെ കയ്യിൽ ഓരോ പുതപ്പ് കൊടുക്കുക. നാളെ നിൻ്റെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നാൽ മറച്ചോണേ കർത്താവേ എന്ന് പറഞ്ഞ് അഡ്വാൻസായിട്ട് ഓരോ പുതപ്പ് കൊടുക്കുക. ഇതെല്ലാം ഇങ്ങനെ വലിയ ഗമേനൊക്കെ ചെയ്യുന്നവരോടൊക്കെ പറയട്ടെ, നാളുകളിൽ നിങ്ങളുടെ ഒരു വിഷയത്തിൽ, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ മറയ്ക്കാൻ തമ്പുരാൻ്റെ കയ്യിൽ പുതപ്പ് കാണത്തില്ല. വലിയ പുണ്യമാണെന്നൊന്നും കരുതരുതേ. പക്ഷേ ഒത്തിരി പേര് മറച്ചത് കൊണ്ടൊക്കെ എളിയവരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്. അന്നതൊക്കെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് കവർ ചെയ്തത് കൊണ്ട് ഇന്നിവിടെ വന്ന് നിൽക്കുമ്പോൾ നോക്കൂ, ജോസഫ് ഒറ്റ വാക്ക്, അവൻ നീതിമാന. എന്നെ കേൾക്കുന്നവരെ, നീതിമാനെന്നുള്ള പട്ടം
നോക്കൂ, ആരാധന മുടക്കാത്ത പട്ടം. നോക്കൂ, ആ കൾച്ചർ പതിവ് പോലെ ആരാധനയ്ക്ക് പോയി വീണ്ടും മുമ്പോട്ട് പോകട്ടെ. അവർക്ക് ബന്ധങ്ങൾ. പിന്നെ ചെന്നപ്പം ഭാഷയുടെ ശുദ്ധി. ഭാഷയുടെ ശുദ്ധി ചെറിയൊരു കാര്യമാണോ? ഭാഷയുടെ ശുദ്ധി ചെറിയൊരു കാര്യമാണോ? അവിടെയാണ് മനുഷ്യരൊക്കെ ഇങ്ങനെ വലുതാകുന്നത്. ഭാഷയുടെ ശുദ്ധി കൊണ്ട്. ഭാഷയുടെ ശുദ്ധി മനുഷ്യരെ വലുതാക്കും. എന്നിട്ട് മറിയം വീണ്ടും പോകുമ്പം കാണുകയാണ് ജോസഫ് അവിടെ വന്ന്, മറിയം ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത് എന്തെന്ന് ചോദിക്കുകയാണ്. മകനെ, അടുത്തൊരു വാക്കെന്നെ ധ്യാനിപ്പിച്ചു. നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തെരഞ്ഞു. നിന്റെ അപ്പനും ഞാൻ. എൻ്റെ പൊന്ന് സഹോദരിമാരെ, പെട്ടെന്ന് പറയണം, എസ്റ്റംബറായിട്ട് പറയണം, ചിന്തിച്ച് പറയരുത്. എഴുതുന്ന ഭാഷയല്ല. പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. നിന്റെ അപ്പനും ഞാനെന്ന് പറയോ, ഞാനും നിൻ്റെ അപ്പൻ എന്ന് പറയോ? നിൻ്റെ അപ്പനും ഞാനും എന്ന് പറയോ, ഞാനും നിൻ്റെ അപ്പൻ എന്ന് പറയോ? ഞാനും നിൻ്റെ അപ്പൻ എന്ന് പറയും. അപ്പോൾ അവിടെ ആർക്കാ പ്രാധാന്യം? ഞാൻ. ആരാ? ഞാനൊരു വീട്ടിൽ ചെന്നപ്പം അമ്മച്ചി പറയണം, മോനെ എന്നെ കെട്ടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. അനിയന്മാരെല്ലാം കൊച്ചു പിള്ളേർ. ഞാനാണ് എല്ലാത്തിനെയും വളർത്തിയത്. ഞാനാണിത്ര. ഇത് കുറേ നേരം കേട്ടപ്പം ഞാൻ അറിയാതെ ചോദിച്ചു, അച്ചായൻ മരിച്ചിട്ട് എത്ര നാളായി? പുള്ളി പുറകിൽ നിൽപ്പുണ്ട്. പക്ഷെ എല്ലാം ആരാ? ഞാനാ. പക്ഷെ ഈ മറിയം പറഞ്ഞു, ഞാനും നിൻ്റെ അപ്പൻ എന്നല്ല, നിൻ്റെ അപ്പനും ഞാൻ. എപ്പോഴും ഈ ഞാൻ എന്നുള്ളത് വലിയ അപകടമാണ് കേട്ടോ. ഞാൻ എന്നുള്ളതാണ്. ഞങ്ങളുടെ അവിടെ ഒരു പാസ്റ്ററെ, പുള്ളി എന്തോ പറഞ്ഞാലും പറയാം, ആ വീട്ടിൽ ആദ്യം പോയി സുവിശേഷം പറഞ്ഞ ഞാനാണ്, അവർക്ക് വേണ്ടി ആദ്യം പറഞ്ഞ ഞാനാണ്. അങ്ങനെ കുറേ നേരം ഇത് കേട്ടപ്പം ഞങ്ങൾ പിള്ളേരാരാ മക്കളെന്നറിയാം. അവർ പേരിട്ടു പാസ്റ്റർ അൽക്കൊയ്ത. അൽക്കൊയ്ത എന്ന് പറഞ്ഞാൽ അറിയാം, എവിടെങ്കിലും വെടി പൊട്ടിയിട്ട് അവർ കുറച്ചു നേരം നോക്കും ആരെങ്കിലും ഏൽക്കുന്നുണ്ടോന്ന്. ആരും ഏറ്റില്ലെങ്കിൽ അവർ പറയും ഞങ്ങളാണ് പൊട്ടിച്ചത്. ഇവരറിഞ്ഞതുപോലും ആയിരിക്കും. പിന്നെ ആരും ഏറ്റില്ലെങ്കിൽ ഏൽക്കുന്നു. അപ്പം പിള്ളേർ പേരിട്ടു പാസ്റ്റർ അൽക്കൊയ്ത. എല്ലാം ഞാനാ. എൻ്റെ പൊന്നെ, ഈ ഞാനങ്ങ് മാറി മറ്റൊരാളെ പ്രൊജക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് നിൻ്റെ അപ്പനും ഞാനും. എല്ലാവരും ഒന്ന് പറഞ്ഞ്, നിൻ്റെ അപ്പനും ഞാനും. പക്ഷെ അന്ന് വേറൊരു ഇതുകൊണ്ടുണ്ട്. പുരുഷൻ ഒരിക്കലും സ്ത്രീയെ കൊണ്ട് സംസാരിപ്പിക്കത്തില്ല. യഹൂദ കൾച്ചർ എന്താ? യഹൂദ കൾച്ചറിൽ അവർ പറയും, ഒരു വിജാതീയനായിട്ടും നായായിട്ടും ഒരു സ്ത്രീയായിട്ടും എന്നെ ജനിപ്പിക്കാഞ്ഞതിന് നന്ദി. ആ കൾച്ചറിലാണ് ജോസഫ് പറയുക, ജോസഫ് സ്ത്രീയെ കൊണ്ട് സംസാരിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ജോസഫ് മറിയത്തിന് പ്രാധാന്യം കൊടുത്തു, മറിയം ജോസഫിന് പ്രാധാന്യം കൊടുത്തു. പരസ്പരം ബഹുമാനിക്കുന്നിടത്ത് കർത്താവ് ജനിക്കുകയാണ്. പരസ്പരം ബഹുമാനിക്കുന്നിടത്ത്, പരസ്പരം ഇകഴ്ത്തിയിടത്തല്ല, പരസ്പരം പുകഴ്ത്തിയിടത്ത്, പരസ്പരം ആദരിച്ചിടത്ത്, പരസ്പരം ബഹുമാനിച്ചിടത്ത് കർത്താവ് ജനിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെല്ലാം തന്നെ പരസ്പര ബഹുമാനത്തിൻ്റെ കുടുംബങ്ങളാകുവാൻ കുറച്ചുകൂടെ എല്ലാ മനുഷ്യരെയും കുറച്ചുകൂടെ ആദരവോടെ കാണാനായിട്ട് ഉള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. എല്ലാ മനുഷ്യരെയും കുറച്ചുകൂടെ ആദരവോടെ കാണാൻ എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, ബൈബിൾ ടീച്ചേഴ്സ് എ കൗണ്ടർ കൾച്ചർ. ഇന്നത്തെ ലോകത്തിൻ്റെ കൾച്ചറിൽ ഇതൊന്നും ഇല്ല. ഭാര്യ പറയും, എനിക്കും ശമ്പളമുണ്ട്, നിനക്കും ശമ്പളമുണ്ട്, നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. എന്തുകൊണ്ടാണ്? പരസ്പരം ബഹുമാനം ഇല്ലാത്തിടത്തുകൊണ്ടാണ്. പക്ഷേ ഇവിടെ കണ്ടോ, പരസ്പരം ബഹുമാനിക്കുന്ന കുടുംബം. ആരാധന എത്ര തിരക്കുണ്ടായിട്ടും മുടക്കാത്ത കുടുംബം. ഒരു വാക്കുകൊണ്ട് പോലും ഒരു മോശപ്പെട്ട വാക്ക് പറയാത്ത, എത്ര പ്രകോപനം ഉണ്ടായാലും ഒരു മോശപ്പെട്ട വാക്ക് പറയാത്തൊരു കുടുംബം. കർത്താവിനോട് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇതൊക്കെ പറയുമ്പോൾ ഞാനും ആഗ്രഹിക്കുക, നമ്മുടെ വീടുകളെല്ലാം ഇതെല്ലാം തികഞ്ഞിട്ടൊന്നും അല്ല പറയുക, പക്ഷേ ഇതൊരു യാത്രയല്ലേ, ഇതൊരു ക്രിസ്തീയ ജീവിതം ഒരു വളർച്ചയല്ലേ. കർത്താവെ, എന്നെയും ഈ കൾച്ചറിൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കാം. അവിടെ പറഞ്ഞു, യേശുവോ ജ്ഞാനത്തിലും, നോക്കിയേ, ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപ. ഇതെപ്പോഴും ഓർക്കണം. ആ കുടുംബത്തിനൊരു പ്രത്യേക കൃപ കിട്ടി. അതുകൊണ്ട് രണ്ടുപേരുടെ കൃപയിലാണ് കർത്താവ് വളർന്നത്. ആരുടെയൊക്കെ? ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപ. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപ. അപ്പം നമുക്ക് ദൈവാനുഗ്രഹം വേണം പ്രിയരെ. അതോടൊപ്പം തന്നെ എന്തും വേണം? മനുഷ്യാനുഗ്രഹം വേണം. ദൈവാനുഗ്രഹവും മനുഷ്യാനുഗ്രഹവും വേണം. ചിലർ പറയും, എനിക്ക് ദൈവത്തിൻ്റെ മാത്രം മതി, പോരാ, ആരുടെയും വേണം? മനുഷ്യരുടെയും വേണം. ഒരു വലിയ സദസ്സ്
ഓർമ്മയിൽ ഇങ്ങനെ പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു വലിയ മറക്കാനാവാത്ത ഒരു അനുഭവം. വലിയ സദസ്സാണ്, ഒരു ഒരു നീളത്തിലുള്ള സ്റ്റേജ്. ആ സ്റ്റേജ് മഹാരഥന്മാരായ ഉന്നതരായ ദൈവദാസന്മാരാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ ചെയറിലും പേരൊക്കെ എഴുതി. അതിലൊരു മുഖ്യ പ്രഭാഷകനായിട്ട് എളിയദാസനും ക്ഷണമുണ്ട്. യോഗം കഴിഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ പോവുകയാണ്. ഞാൻ പോയി എല്ലാവരും ഇറങ്ങുമ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ചു. ഏറ്റവും സീനിയറായിട്ടുള്ളൊരു അപ്പച്ചൻ അവിടെ ഇരിപ്പുണ്ട്. തിരക്കിട്ട് എല്ലാവരും പോയപ്പോൾ അദ്ദേഹത്തിന് പോകാൻ വയ്യ. കാരണം ആരെങ്കിലും വന്ന് കൊണ്ടുപോകണം, നടക്കാൻ വയ്യ, അവിടെ ഇരിക്കുക. ഞാൻ ചെന്നിട്ട് കയ്യെ പിടിച്ചോണ്ട് പറഞ്ഞു, വേണ്ട മോനെ, എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നൊരു കുഞ്ഞുണ്ട്, അവൻ വന്ന് എന്നെ കൊണ്ടുപോയിക്കോളും, കുഞ്ഞു പൊക്കോ. ഞാൻ പറഞ്ഞു, അല്ല അപ്പച്ച, എനിക്ക് അപ്പച്ചനെ ഒന്ന് വണ്ടിയൊക്കെ കയറ്റി വിട്ടിട്ട് ഞാൻ പോകത്തുള്ളൂ. അപ്പോൾ എന്നെ എല്ലാവരും വിളിക്കുകയാണ്, ബാ 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 ബസ്സേ ബാ എന്ന് പറഞ്ഞു. ഞാൻ ഈ അപ്പച്ചനെ കൊണ്ട് വണ്ടിയെ കയറ്റിയിരുത്തി വായിയെല്ലാം എടുത്തു വെച്ചു, കഥ കടച്ചു. അപ്പച്ചൻ വണ്ടി മുന്നോട്ടെടുത്തു. കുറച്ച് ഒരു 50 മീറ്റർ വണ്ടി മുമ്പോട്ട് പോയിട്ട് അപ്പച്ചൻ വണ്ടി നിർത്തി റിവേഴ്സ് അടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി നിൽക്കുമ്പം തിരിച്ച് വന്നിട്ട് എൻ്റെ അടുക്ക വന്ന് നിർത്തി ഗ്ലാസ് താത്തിട്ട് പറഞ്ഞു, കുഞ്ഞെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹം കിട്ടിയ പ്രതീതി. 2 കണ്ണും നിറഞ്ഞ ആ മനുഷ്യൻ പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഒരു മനുഷ്യൻ്റെ അനുഗ്രഹം കിട്ടുക ചെറിയൊരു കാര്യമല്ല. ഒരു ദൈവദാസൻ്റെ അനുഗ്രഹം കിട്ടുക ചെറിയൊരു കാര്യമല്ല. എന്തുമാത്രം ദൈവദാസന്മാരുടെ ബാഗ് ചുമന്നും പെട്ടി ചുമന്നും തുണി അടുക്കി കൊടുത്തും തേച്ച് കൊടുത്തും ഒക്കെ ഇവിടം വരെ വന്നെന്നറിയാവും. ഷർട്ടൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ, ബാഗൊക്കെ കൊടുക്കുമ്പോൾ, വെള്ളം കൊടുക്കുമ്പോൾ അവരൊക്കെ ഒരു വാക്ക് പറഞ്ഞു, കുഞ്ഞെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദൈവാനുഗ്രഹവും മനുഷ്യാനുഗ്രഹവും ഒരുപോലെ വേണം. ദൈവാനുഗ്രഹവും മനുഷ്യാനുഗ്രഹവും ഒരുപോലെ വേണം. കർത്താവേ, മനുഷ്യൻ്റെ അനുഗ്രഹം വേണ്ടേ? വൃദ്ധരുടെ അനുഗ്രഹം വേണ്ടേ? അപ്പൻ്റെ അനുഗ്രഹം വേണ്ടേ? അമ്മയുടെ അനുഗ്രഹം വേണ്ടേ? പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു സാക്ഷിയുണ്ട്. വലിയ കാശൊന്നുള്ള വീടല്ല ജനിച്ച് വളർന്നത്. അപ്പം മിലിറ്ററിയിൽ നിന്ന് വന്നപ്പോൾ ഒരനുഭവം ഉണ്ടായി. അത് പപ്പായുടെ പേഴ്സ് എപ്പോഴും നിറഞ്ഞിരിക്കുമായിരുന്നു. അതിനകത്ത് എപ്പോഴും പൈസ കാണും. അപ്പോൾ നമ്മൾ അവസാനത്തെ ആശ്രയം അപ്പയാണ്. കല്യാണം കഴിച്ചാലും പിള്ളേരുണ്ടായാലും വലുതായാലും അപ്പം ഇച്ചിരി പൈസ. അപ്പം പൈസ തരുമ്പോൾ ഒരു കാര്യം കൂടെ പറയും, അപ്പയുടെ പേഴ്സ് അക്ഷയപാത്രം എന്ന് പറയും. എപ്പം പൈസ എടുത്താലും അതിനകത്ത് പൈസ വരും. അപ്പോൾ അപ്പോൾ പറയും, എങ്ങനെയാണ് പൈസ ഉണ്ടായെന്നറിയാമോ? അതുകൂടെ പറഞ്ഞിട്ടേ തരത്തുള്ളൂ. മിലിറ്ററിയിൽ നിന്ന് വന്നപ്പം അന്ന് രാത്രി ഉണ്ടായിരുന്ന മുഴുവൻ പൈസ, തൻ്റെ ഒരാഴ്ച കിട്ടിയ മുഴുവൻ പൈസ, അന്നത്തെ കാലത്ത് എൻ്റെ 10-25,000 രൂപ അപ്പച്ചൻ്റെ കൈ കൊടുത്തു. എന്നിട്ടാ പോയി കിടന്നേ. നേരം വെളുത്തു. മൂത്ത പെങ്ങളെ കാണാൻ പോകണം. പാലായില പോകാൻ വേണ്ടി രാവിലെ ഇങ്ങനെ ഒരുങ്ങി പോകാൻ നിൽക്കുക. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എടാ, നീ ഇപ്പം പോയാലും നിനക്ക് ലാസ്റ്റ് ബസ്സിന് മുമ്പ് തിരിച്ചു വരാനൊക്കത്തുള്ളൂ, പോകാതെ നിൽക്കുന്ന കണ്ടപ്പം അമ്മയോട് അപ്പച്ചൻ ചോദിച്ചു, എലിക്കുട്ടി, എന്നാ അവൻ പോകാത്തേ? നേരത്തെ പോകാൻ പറ. അപ്പോൾ അമ്മ എന്ന് അപ്പച്ചനോട് പറഞ്ഞു, പൈസയില്ല. പിന്നെ അവൻ ഇത്രയും നാൾ മിലിറ്ററി ജന്തു ചെയ്യുമായിരുന്നു. പൈസയില്ലേ? ഇല്ല അപ്പച്ച. അതിനാ മുഴുവൻ പൈസ അപ്പച്ചൻ്റെ കൈ തന്നിട്ടാണ് കിടന്നേ. പപ്പയുടെ ഈ പൈസയില്ല. എൻ്റെ അപ്പച്ചൻ വെല്ലുവായി കരഞ്ഞു. ഒരു പേഴ്സ് എടുത്ത് ഇച്ചിരി പൈസ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിൻ്റെ ജീവകാലത്ത് പൈസ കുറയത്തില്ല. കുറഞ്ഞിട്ടില്ലെന്നുള്ളതൊരു സാക്ഷ്യം പറയട്ടെ. അവസാനത്തെ ദിവസം ICUവിലാണ്. അപ്പോൾ തന്നെ ഏറെ സ്നേഹിക്കുന്ന തിരുവനന്തപുരത്തു നിന്ന് ഉള്ള തൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ 2 ബസ് വരികയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാ ഫുഡും കാണാൻ വേണ്ടി വരിക. അന്നേരമാണ് ICUവിൽ അഡ്മിറ്റായത്. ഇവർ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്ക് കാണണം, അവരെ കണ്ടേ ഒക്കത്തുള്ളൂ. ഡോക്ടർ പറഞ്ഞു, ഒരു കാരണവശാലും ഇറക്കാനൊക്കത്തില്ല. അപ്പോൾ പറഞ്ഞു, എനിക്ക് കാണണം. അവസാനം വാശി പിടിച്ചപ്പം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കൺസെൻറ്റ് എഴുതി തന്നിട്ട് ഇറക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്പെഷ്യൽ കൺസെൻറ്റ് എഴുതി കൊടുത്ത് ഒരു വീൽ ചെയറെ പുറത്തിറക്കി. അപ്പോൾ അവരെ എല്ലാം കണ്ടു. അവർ പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചപ്പം തിരുവനന്തപുരത്ത് നിന്നുള്ള വിശ്വാസികളാണ്. അവർ ഈ വീൽ ചെയറിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്നു. ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവരും കാണിക്കയൊക്കെ കൊടുത്തു. ഈ കാണിക്ക അവരുടെ തിരുവനന്തപുരത്തെ തങ്ങളുടെ വിശ്വാസികൾ കാണിക്ക കൊടുത്തു. ഇതെല്ലാം മേടിച്ച് പോക്കറ്റിൽ ഇട്ടു. ICU കയറി. രാത്രി 1 മണിക്ക് എൻ്റെ ഭാര്യ ICU ചെന്നപ്പം അപ്പയുടെ പോക്കറ്റിൽ പൈസയുണ്ട്. അവൾ പറഞ്ഞു, അപ്പ ICUവിൽ എന്തിനാ പൈസ? അതിങ്ങത്താ, ഞാൻ വെക്കാം. എന്നാൽ അപ്പ പറഞ്ഞു, ഇല്ലടി, അതെൻ്റെ പോക്കറ്റിൽ കിടന്നോട്ടെ. എൻ്റെ വിശ്വാസികൾ തന്നതല്ലേ, അതവിടെ കിടക്കട്ടെ. ആ പൈസ വിശ്വാസികൾ തൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ തന്ന പൈസ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് കിടന്നു. രാവിലെ 4 മണിക്ക് മരിച്ചു. ഞാൻ മരിച്ചു ചെന്ന് മരിക്കുമ്പോൾ അടുത്തുണ്ട്. പിന്നെ ഇങ്ങനെ തപ്പിത്തൂത്തപ്പം പോക്കറ്റിൽ പൈസ, അത് ഞാൻ എടുത്ത് പോക്കറ്റിൽ ഇട്ടു. മോർച്ചറി വെച്ചു.
മോർച്ചറി കൊണ്ടെല്ലാം വെച്ചിട്ട് ബില്ലടയ്ക്കാൻ ചെന്നപ്പോൾ അവർ ഇത്ര രൂപ എന്ന് പറഞ്ഞു. ഞാൻ പോക്കറ്റിൽ ഇരുന്ന പൈസ, അപ്പോൾ എൻ്റെ പൈസയില്ല. എണ്ണി നോക്കിയപ്പോൾ കൃത്യം ബില്ലടിക്കാനുള്ള പൈസ. അപ്പൻ്റെ അനുഗ്രഹ, നിൻ്റെ ഐസി നിനക്കുള്ളതെല്ലാം ഉണ്ട്. അവസാനത്തെ പൈസ അടയ്ക്കാനുള്ളത് വരെ പോക്കറ്റിൽ വെച്ചിട്ടൊരു പോക്ക്. ഈ പോക്കിൻ്റെ ഒക്കെ അർത്ഥം എന്നാ? അപ്പൻ്റെ അമ്മയുടെയൊക്കെ അനുഗ്രഹം. അപ്പം നമുക്ക് അനുഗ്രഹം വേണം. ആരുടെ? ദൈവദാസന്മാരുടെ അനുഗ്രഹം വേണം. കൊച്ചുമക്കളോടൊക്കെ പറയട്ടെ, ആരോഗ്യമുള്ളപ്പം ശുശ്രൂഷിക്കാവുന്നിടത്തോളം ശുശ്രൂഷിക്കണം. തിരിച്ചൊരു വാക്കേ കിട്ടത്തുള്ളൂ. കുഞ്ഞെ, ദൈവം അനുഗ്രഹിക്കും. നമുക്കൊന്നും ഗോഡ് ബ്ലെസ്സിങ്ങിനൊക്കെ ഇത്രയും കാര്യമുണ്ടോ? ഉണ്ട്. മനുഷ്യൻ്റെ അനുഗ്രഹം ദൈവാനുഗ്രഹം പോലെ തന്നെ അനുഗ്രഹ. മനുഷ്യൻ്റെ അനുഗ്രഹം, അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം, മരണത്തിന് മുമ്പുള്ള അനുഗ്രഹം, ഇതെല്ലാം അനുഗ്രഹങ്ങളാണ്. കണ്ണും പൂട്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, എവിടെയെങ്കിലും മനുഷ്യൻ്റെ ശാപം വന്നിട്ടുണ്ടോ? മനുഷ്യൻ്റെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും മനുഷ്യൻ്റെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടോ? മനുഷ്യനെ മുറിച്ചിട്ടുണ്ടോ? മനുഷ്യൻ വേദനിച്ചിട്ടുണ്ടോ? ദൈവത്തോട് ഏറ്റുപറയണേ. ദൈവത്തോട് ഏറ്റുപറയണേ. മനുഷ്യരുടെ പ്രാക്ക് കിട്ടിയിട്ടുണ്ടോ? ഏറ്റുപറയണം. റെക്ടിഫൈ ചെയ്യാവുന്ന എല്ലാം റെക്ടിഫൈ ചെയ്യണം. ഒരു വാക്കുപോലും നമ്മുടെ വായിൽ നിന്ന് പോകരുത്. ഒരു വാക്കുപോലും പോകരുത്. ദൈവാനുഗ്രഹം, മനുഷ്യാനുഗ്രഹം. ദൈവാനുഗ്രഹം, മനുഷ്യാനുഗ്രഹം. വീണ്ടും പറയട്ടെ, ദൈവാനുഗ്രഹം വേണം. എന്ത് വേണം? മനുഷ്യാനുഗ്രഹം വേണം. ഇത് ഭാഗം പറയുമ്പോൾ ഓർമ്മയുടെ ചെപ്പിൽ ഇങ്ങനെ ദൈവാത്മാവ് ഉറപ്പിക്കുന്നൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മനുഷ്യാനുഗ്രഹം വേണം, ദൈവാനുഗ്രഹം. മനുഷ്യവാക്ക് തിരിച്ചും പറയരുത്. ഞാനും അമ്മയും കൂടെ ഭയങ്കര കൂട്ടായിരുന്നു. ഒരു മോനെ ഉള്ളത് കൊണ്ട് പിന്നെ ഒരു പെങ്ങളെ ഉള്ളൂ. ഭയങ്കര കൂട്ടാ. അങ്ങനെ ഒന്നും ഇന്ന് വരെ ഞാൻ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും എനിക്ക് മക്കളൊക്കെ ആയിക്കഴിഞ്ഞ് എൻ്റെ പെങ്ങളിങ്ങനെ ക്ഷീണിതയായി, ഡയാലിസിസ് ആയില്ല, കിഡ്നി പേഷ്യൻ്റായി. ഒരു ദിവസം ഒരു BBS നടക്കുക. BBSന് 12,000. കേരളം കണ്ട ഏറ്റവും വലിയ മെഗാ BBS ഞങ്ങളെ നടത്തിയേ. അപ്പം അതിൻ്റെ മുഴുവൻ ടെൻഷനും പേറിക്കൊണ്ട് നിൽക്കുമ്പോൾ അമ്മ ഒരു 1.5 അമ്മായിമ്മയായി. ചില സമയത്ത് ഈസിയാണ് അമ്മയ്ക്ക് ആരാകാൻ, അമ്മായിമ്മയാകാൻ. ഒറ്റ കാര്യമുള്ളൂ, എന്നോട് വല്ലതും ചോദിച്ചോ, എന്നോട് പറഞ്ഞോ, അവളോടല്ലേ പറഞ്ഞേ. അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, സ്വാഭാവികം ഇതൊക്കെ. അപ്പം അമ്മ ഇങ്ങനെ ഒരു കാര്യമില്ലാതെ അങ്ങ് അസ്വസ്ഥപ്പെട്ടപ്പോൾ ഈ ടെൻഷനകത്തും ആ ടെൻഷനകത്തും എല്ലാം കൂടെ ഞാനൊരു വാക്ക് അമ്മയോട് പറഞ്ഞു. നോക്കിയോ, ഇപ്പം ഒരു കാര്യമില്ലാതെ മനുഷ്യൻ തീ പിടിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രശ്നം നോക്കിയോ, നിങ്ങൾ പുത്രദുഃഖം കണ്ടേ ജാകത്തുള്ളെന്ന് പറഞ്ഞു. എന്തിനാ പറഞ്ഞത് എനിക്കും അറിയത്തില്ല. പുത്രദുഃഖം കണ്ടേ ജാകത്തുള്ളൂ. അപ്പം എൻ്റെ അമ്മ ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, പുത്രദുഃഖം കാണാൻ ഞാൻ കാണത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ എനിക്ക് കുറ്റബോധം തോന്നി, പാപബോധമായി. ഞാൻ രാത്രി അമ്മയോട് ഏറ്റു പറഞ്ഞു, കെട്ടിപ്പിടിച്ച് അമ്മയുടെ കൂടെ കിടന്നു, എല്ലാം ഏറ്റു പറഞ്ഞു, കാര്യങ്ങളെല്ലാം മറന്നു. വർഷങ്ങൾ കഴിഞ്ഞ് അമ്മ മരിച്ചു. ഞാൻ കോട്ടയത്തൊരു യോഗം കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞ് അവിടെ ഒരു ദൈവദാസനുണ്ട്. അവരെല്ലാവരും കൂടെ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ എനിക്ക് വലിയ തിരക്കില്ല, ഞാൻ ഓർത്തിച്ചിരാനും പ്രാർത്ഥിച്ചേക്കാം. അപ്പോൾ അവിടെ ഇരുന്ന ഒരു ദൈവദാസൻ എന്നോട് ദൂത് പറഞ്ഞു, പുത്രദുഃഖം എന്നൊരു വാക്ക് നിനക്കെതിരെ നിൽക്കുന്നു, പ്രാർത്ഥിക്കണം. എനിക്കെന്താണെന്ന് പിടികിട്ടിയില്ല. ഞാൻ തിരിച്ച് വരികയാണ്. വരുന്ന വഴിക്ക് പൊന്തമ്പഴി ഒരു വനമുണ്ട്. ആ വനത്തിൻ്റെ അവിടെ ഞാൻ ബൈക്ക് വെച്ചിട്ട് ആ വനത്തിൽ ചുമ്മാ കയറിയിരുന്നിട്ട് ദൈവത്തോട് ചോദിച്ചു, എന്താ ഈ പുത്രദുഃഖം? പെട്ടെന്ന് ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ചു. അമ്മയുടെ നേരെ പറഞ്ഞൊരു വാക്ക്, പുത്രദുഃഖം കാണാതെ മരിക്കത്തില്ല, മരിക്കും. അമ്മ എന്നോട് പറഞ്ഞു, അത് കാണത്തില്ല. ഇന്ന് ഏറ്റു പറയാൻ അമ്മയില്ല, പക്ഷെ ആ വാക്ക് ഇങ്ങനെ കിടക്കുക, ആ വാക്ക് കിടക്കുക. ഞാൻ എത്ര ദിവസം ഉപവസിച്ചെന്നറിയാമോ? എൻ്റെ ദൈവമേ, അത് എന്നോട് ഓർക്കല്ലെന്ന് പറയാൻ. ഒരു വാക്കെങ്കിലും അറിയാതെ പോയാൽ, അത് മനുഷ്യഹൃദയത്തിൽ വേദനിപ്പിച്ച അതൊക്കെ നമുക്ക് നൊമ്പരമാകും. അതുകൊണ്ട് പ്രിയരെ, ആരെയെങ്കിലും പ്രത്യേകിച്ച് അപ്പനെയും അമ്മയൊക്കെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഹൈരാർക്കിയാണ്, നമ്മൾ അവരെ നൊമ്പരപ്പെടുത്തിയാലേ ഉള്ളൂ. അവർ നമ്മളെ നൊമ്പരപ്പെടുത്തിയാൽ ശാപമാകത്തില്ല. ഡിവൈൻ ഹൈരാർക്കിയാണ്. തിരിച്ചാണെങ്കിലേ ഉള്ളൂ. കാരണം അവരാണ് വലുത്. ഒരു നിമിഷം കണ്ണടച്ച് ദൈവദാസന്മാരുടെ എന്തെങ്കിലും നൊമ്പരം വന്നിട്ടുണ്ടോ? ഏറ്റുപറയണം. എല്ലാവരും പ്രാർത്ഥിച്ച് നൊമ്പരങ്ങൾ എന്തെങ്കിലുമൊക്കെ തലയ്ക്ക് മീതെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റുപറയണം കേട്ടോ. ജീവനോടുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി ഏറ്റുപറയണം. മരിച്ചതാണെങ്കിൽ തമ്പുരാനോട് ഏറ്റുപറയണം. കർത്താവെ, അറിവില്ലായ്മയെ സംഭവിച്ചു പോയാൽ
പ്രലോഭനത്തിൽ സംഭവിച്ചു പോയ പന്തമ്പുഴ വനത്തിലൊരു ഉച്ച കഴിഞ്ഞ് ഒറ്റയ്ക്ക് കയറിയിരിക്കുമ്പോൾ തമ്പുരാൻ എന്നെ കാണിച്ചു തന്നു. എന്താ ഈ വാക്ക്? ദീർഘവർഷങ്ങൾക്ക് മുമ്പ് അമ്മയോട് പറഞ്ഞൊരു വാക്ക്. വല്ലാതെ കിടുങ്ങിപ്പോയി, അടി പറഞ്ഞു പോയി. ഇപ്പോഴും എനിക്ക് പേടി ആ വാക്ക്. കയ്യിലെ കല്ലും വായിലെ വാക്കും, അതേൽപ്പിച്ച മുറിവ്. മനുഷ്യനോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? മനുഷ്യൻ്റെ അനുഗ്രഹമുണ്ടോ? മനുഷ്യൻ്റെ ദുഃഖമുണ്ടോ? ഏറ്റു പറയണേ. ദൈവാനുഗ്രഹവും മനുഷ്യാനുഗ്രഹവും ഒരുപോലെ വേണം. എല്ലാവരും പ്രാർത്ഥിച്ചൊന്ന് റിഫ്ലക്റ്റ് ചെയ്തേ. ഓർമ്മകളിലൂടെ ഒക്കെ ഒന്ന് പോയേ, ഒന്ന് വെയ് ചെയ്ത് നോക്കിയാൽ ഏതാ കൂടുതൽ? എവിടെങ്കിലും ഒരു പൊറിവിൻ്റെ വാക്കുണ്ടോ? വളരെ ഗൗരവമായിട്ട് ഓർക്കണേ. ദൈവാനുഗ്രഹവും മനുഷ്യാനുഗ്രഹം ഇവിടെയൊക്കെയാണ് വളരെ കൃത്യമായിട്ട് ഓർക്കപ്പെടേണ്ടത്. ഞാനിങ്ങനെ എന്നെ ഓർപ്പിക്കുന്നതുകൊണ്ട് അങ്ങ് പറയുന്നതാണേ, പൊറുക്കണേ. ദൈവാനുഗ്രഹം വേണം, മനുഷ്യാനുഗ്രഹം. വളരെ സീനിയറായിട്ടുള്ള ഞങ്ങളുടെ ഒരു പാസ്റ്റർ, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ആ കാര്യത്തിലില്ല. എനിക്ക് അതിനകത്ത് ഉറപ്പാണ്. അതിനകത്ത് 100% എനിക്ക് ഉറപ്പാണ്. എൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടായിട്ടില്ല. അദ്ദേഹം എന്നെ സ്റ്റേജിൽ വെച്ച് വല്ലാതെ മുറിച്ചു. അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പക്ഷെ ഞാൻ ആ സങ്കടത്തിൽ ഒന്നും പ്രതികരിച്ചില്ല. ഞാൻ ചെയ്തത് നേരെ ഒരു സ്ഥലത്ത്, ഒരു കാറ്റ് കൊള്ളാൻ ഒരു സ്ഥലത്ത് പോയി കുറച്ച് നേരം ഇരുന്നപ്പോൾ ഞാൻ അങ്ങ് ഓക്കെയായി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ പിറ്റേ ദിവസം രാത്രി ആ ദൈവദാസൻ എന്നെ വിളിച്ചു. പ്രായമുള്ളൊരു ദൈവദാസനാണ്, ഞങ്ങളുടെ വളരെ സീനിയറായിട്ടുള്ള വന്യനായൊരു ദൈവദാസൻ. അദ്ദേഹത്തിന് ആ ക്ഷിപ്രകോപത്തിൽ പറ്റിയതാണ്. ഞാൻ പലവട്ടം വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കാൻ ഞാൻ ചോദിച്ചാൽ മനഃപൂർവ്വം എടുക്കാൻ എനിക്ക് ദേഷ്യം വന്നു, എടുത്തില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം എൻ്റെ അപ്പയെ വിളിച്ചു. എന്തോട്ട് കുഞ്ഞോനെന്നെല്ലാം ചോദിച്ചിട്ട് അപ്പയെ കാട്ടി മൂത്ത ഒന്നുമില്ല, സന്തോഷം. പ്രിൻസിനെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ, അവൻ പുറത്തെങ്ങാനും കാണും, ഫോൺ എവിടെയെങ്കിലും ഇരിക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ മുറ്റത്തേക്കുക, ഫോണെല്ലാം വെച്ചിട്ട് എന്നെ വിളിച്ച് ചോദിച്ചു, ഫോൺ അപ്പച്ചൻ വിളിച്ചു, ഫോൺ എടുത്തോ? ഇല്ല. എന്താ എടുക്കാഞ്ഞേ? എനിക്കിഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ എടുത്തില്ല. ഞാൻ മുറിവായതുകൊണ്ട് തന്നെ എടുക്കാഞ്ഞേ. ആണോ? പെട്ടെന്ന് എന്നോട് വൈഫിനോട് പറഞ്ഞ് കഥ അടച്ചേക്കാൻ പറഞ്ഞ് എന്നെ പുറത്തിറക്കി മുറ്റത്ത് നിർത്തി കഥ അടച്ചു. 4 പിള്ളേരുണ്ട് കേട്ടോ. കഥ അടച്ചു കൂട്ടി മുറ്റത്തിൽ നിന്നോളാൻ പറഞ്ഞു. നീ പെരയ്ക്കകത്ത് കയറണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്നാ? നീ അപ്പച്ചനെ വിളിച്ചിട്ട് കയറിയാൽ മതി. ഞാൻ അപ്പച്ചനെ വിളിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് കഥ തുറന്നു തന്നെ. അപ്പ കഥ അടച്ച ഭാര്യയെന്നല്ല, ലോകത്താർക്കും കഥ തുറക്കാനൊക്കെ തരും. അത് വേറെ കാര്യം. കഥ അടച്ച് മുറ്റത്തിൽ നിന്നോളാൻ പറഞ്ഞു. അർദ്ധരാത്രി വിളിച്ചിട്ടാണ് തിരിച്ചു കയറ്റി. ഞാൻ ചോദിച്ചു, അത്രയും എന്നെയല്ലേ മുറിച്ച്? ഞാൻ തെറ്റ് ചെയ്തിട്ട് ഞാനൊരു വാക്ക് പോലും തിരിച്ചു പറഞ്ഞില്ല. നീ വിളിച്ചിട്ട് എടുത്തില്ല. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, അവരൊത്തിരി വർഷം ഓടിയതാ, അവരുടെ ഒത്തിരി ഡിപ്പോസിറ്റ് മേളിലുണ്ട്. നീയൊക്കെ ഇന്നലെ ഓടാൻ തുടങ്ങിയല്ലേ. അവരുടെ ഒരു തെറ്റുണ്ടെങ്കിൽ അത് പൊറുക്കാനുള്ള നന്മ മേളിൽ കിടപ്പുണ്ട്. പക്ഷെ നിൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടായാൽ തിരുത്താനുള്ള ഡിപ്പോസിറ്റ് ആയിട്ടില്ലടാ. അതുകൊണ്ടാണ് വിളിച്ചോളാൻ പറഞ്ഞേ. ഒരു കാര്യം ഓർത്തോണേ, നമ്മുടെ ഒന്നും ഡിപ്പോസിറ്റ് മേടിയില്ല. അവരുടെയൊക്കെ ഡിപ്പോസിറ്റ് ഒത്തിരി കിടപ്പുണ്ട്. ആ ഡിപ്പോസിറ്റ് ചിലപ്പം പ്രായത്തിൽ ഒരു അപകടം വന്നാലും തിരുത്താനുള്ള ഡിപ്പോസിറ്റുകൾ ഇറ്റ് ഈസ് ഓൾറെഡി ദയർ. നമുക്കെന്തോ ഡിപ്പോസിറ്റാണ് ഉള്ളേ? നമുക്കെന്ത് ഡിപ്പോസിറ്റാണ് ഉള്ളേ? ഏതെങ്കിലും മുറിവുകൾ എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ റെക്ടിഫൈ ചെയ്യണം. ഉപവാസ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് അതാണ്. കണ്ണടച്ച് എല്ലാവരും ഒന്ന് തിരിഞ്ഞു നടന്നേ. ഓർമ്മയിൽ നടക്കാവുന്നിടത്തോളം നടന്നേ. ഓർമ്മയിൽ നിങ്ങൾ നടക്കാവുന്നിടത്തോളം നടക്കണം. അനുഗ്രഹങ്ങൾ വെൽ ആൻഡ് ഗുഡ്. മുറിവുകളുണ്ടോ? പൊന്നമ്മനെ കുഞ്ഞുങ്ങളോടൊക്കെ പറയട്ടെ, ചാടി കയറി അപ്പനോ അമ്മയോടോ അപ്പച്ചനോടോ ഒക്കെ എന്തെങ്കിലും പറയുമ്പോൾ അവരൊന്നും പറഞ്ഞില്ലെന്ന് വരും. പക്ഷെ അവരുടെ മനസ്സിൽ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും നന്മയല്ല. മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്മയല്ല. എല്ലാവരും പ്രാർത്ഥിക്കും പ്രിയരെ. യു ക്യാൻ ഗോ ബാക്ക്.
ഇങ്ങനെ പോകണം. ഓർമ്മകളിലൂടെ പോയിട്ട് എവിടെങ്കിലും കിടപ്പുണ്ടോ നോക്കണം. ആത്മാവ് കാണിക്കും. എന്നെ പുത്രദുഃഖം കാണിച്ചു തന്നപോലെ നിങ്ങളെ കാണിക്കും. അവിടെ ദൈവത്തോട് പറയണം, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. മനുഷ്യനോട് ചെയ്തതെല്ലാം മനുഷ്യനോട് പറയണം. ദൈവത്തോട് പറയാനുള്ളതെല്ലാം ദൈവത്തോട് പറയണം. അവിടെ ഒരു ശുദ്ധീകരണം ഉണ്ടാകുമ്പം സ്വർഗം പറയും, ദിസ് ഈസ് ബിബ്ലിക്കൽ കൾച്ചർ, ദിസ് ഈസ് ക്രിസ്ത്യൻ കൾച്ചർ. അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരിക്കൂട്ടുന്ന സംസ്കാരം. ദൈവാനുഗ്രഹം, മനുഷ്യാനുഗ്രഹം. ദൈവാനുഗ്രഹം, മനുഷ്യാനുഗ്രഹം. ദൈവാനുഗ്രഹം, മനുഷ്യാനുഗ്രഹം. ദൈവാനുഗ്രഹവും മനുഷ്യാനുഗ്രഹം. പൊന്നു കുഞ്ഞുങ്ങളെ, എവിടെങ്കിലും കണ്ണീരൊക്കെ വീണിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും കണ്ണീരിൻ്റെ ഒരു അംശമെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ദൈവത്തോടും മനുഷ്യനോടും മാപ്പ്, മാപ്പ്, മാപ്പ്. മാപ്പ്, മാപ്പ്, മാപ്പ്. അനുഗ്രഹം വേണ്ടേ? മനുഷ്യൻ്റെ അനുഗ്രഹം. അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ, ഓ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ, പേരും ദാതിയേ, ഓ അനുദിനം നീ പാദഗതിയേ ആടിയാനു നിൻ കൃപാമതിയേ, അനുദിനം നിൻ പാദം ഗതിയേ ആടിയാനു നിൻ കൃപാമതിയേ, താനുയിരേ പാപികൾക്കാ തന്നവനാ നീനിയും ആമേൻ. തന്നുയിരേ പാപികൾക്കാ തന്നവനാ നീനിയും തള്ളിടുമോ എന്നെ തീരുമോ നിൻ സ്നേഹമെന്നിൽ, തള്ളിടുമോ എന്നെ തീരുമോ നിൻ സ്നേഹമെന്നിൽ. അനുഗ്രഹത്തിൻ ആദിപതിയേ ആനന്ദ കൃപ, പേരും ദാതിയേ അനുദിനം നീ പാദം ഗതിയേ ആടിയാനു നിൻ കൃപമതിയേ, അനുദിനം നീ പാദം ഗതിയേ ആടിയാനു നിൻ കൃപമതിയേ. അപ്പം ദൈവാനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകുന്നത് മനുഷ്യാനുഗ്രഹത്തിലൂടെയാണ്. പലപ്പോഴും നാം മനുഷ്യരെ സ്നേഹിക്കുമ്പോൾ, അവർ നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ, അവർ നമുക്ക് വേണ്ടി സ്തോത്രം ചെയ്യുമ്പോൾ, അത് മുകളിലോട്ട് ചെല്ലുമ്പോൾ മേളിൽ നിന്ന് താഴോട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരികയാണ്. ഏതാ മനുഷ്യനെതിരെ ചെയ്യുന്ന സകല പാപങ്ങളും ദൈവത്തോട് ചെയ്യുന്ന പാപങ്ങൾ. അതുകൊണ്ടാണ് ലൂക്കോസ് 15 നാം കാണുന്നു, അപ്പം ഞാൻ നിന്നോടും
സ്വർഗത്തോടും പാപം ചെയ്യും. നേരിട്ട് സ്വർഗത്തോട് എങ്ങനെ മനുഷ്യൻ പാപം ചെയ്യുക? മനുഷ്യനോട് ചെയ്യുന്ന പാപങ്ങളാണ് പലപ്പോഴും ദൈവത്തോട് പാപങ്ങളായിട്ട് മാറുന്നത്. മുമ്പോട്ട് പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ ഒരു സംസ്കാരത്തിൽ വളർന്ന ക്രിസ്തു പ്രാർത്ഥനാനുഭവത്തിൽ മുന്നേറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നോക്കൂ, അതിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശു കർത്താവും സ്നാനമേറ്റു, പ്രാർത്ഥിച്ചു, സ്വർഗം തുറന്നു. അപ്പം നോക്കൂ, യേശു കർത്താവ് സ്നാനമേറ്റ് കഴിഞ്ഞ ഉടനെ യേശു കർത്താവ് എന്ത് ചെയ്തു? പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച ഉടനെ എന്ത് ചെയ്തു? സ്വർഗം തുറക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പ്രാർത്ഥിച്ചപ്പോൾ എന്ത് തുറക്കും? സ്വർഗം തുറക്കും. പ്രാർത്ഥനയിൽ സ്വർഗം തുറക്കും. സ്നാനമേറ്റു. എന്നെ ക്ഷമിക്കണേ, പലപ്പോഴും സ്നാന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് പുറത്ത് കയറുമ്പം കാണുന്നത് അവിടം തൊട്ടുള്ള സെൽഫി എടുപ്പാണ്, അവിടം തൊട്ട് ഫോട്ടോയൊക്കെയാണ്. പക്ഷേ ഞാൻ അടുത്തിടയ്ക്ക് ഇതര പശ്ചാത്തലത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ആരും അറിയാതെ വന്ന് സ്നാനം കൊടുത്തു. മനസ്സിനിങ്ങനെ മറക്കാത്തൊരനുഭവം. ബികോമിന് പഠിക്കുന്ന ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടി, ഡിഗ്രി ഫൈനൽ ഇയറോ മറ്റാണ്. നല്ലൊരു പെൺകുട്ടി. അവൾ ഒറ്റയ്ക്ക് കർത്താവിനെ അറിഞ്ഞ് വന്നതാണ്, അവിടെ അമ്മയുടെ അനുവാദത്തോടെ. എങ്കിലും മറ്റ് ആരും അറിയാതെ അവൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സൊക്കെ മാറി അതേ ഡ്രസ്സൊക്കെ ഇട്ട് വളരെ രഹസ്യത്തിൽ ചെയ്ത ഒരു സ്നാനം. എന്നിട്ടും സ്നാനം കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു, മകളെ, ജീവപര്യന്തം എന്തായിരിക്കണം? വിശ്വസ്തയായിരിക്കണം. കർത്താവ് നിനക്ക് എന്ത് തരും? ജീവിതം. ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്തൊരനുഭവം ഉണ്ടായി. ആ കുട്ടി ആ സ്നാനക്കുളത്തിൽ ഇന്നുകൊണ്ട് വിശ്വസ്തയായിരിക്കാമേ കർത്താവേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. 1-2 മിനിറ്റല്ല, ഒരു 20 മിനിറ്റോളം ആ കുട്ടി ഇന്ന് കരഞ്ഞ്. അവൾ ഇന്ന് എവിടെയാണെന്ന് എനിക്കറിയില്ല, അവിടെ നമ്പർ അറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ആ കുട്ടിയുടെ കൂടെ കർത്താവ് കാണാം. കാരണം അവൾ പ്രാർത്ഥിക്കുകയാണ്. സ്നാനമേറ്റ് കഴിഞ്ഞപ്പം സ്വർഗം തുറന്നു. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. അപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ എന്ത് തുറക്കും? സ്വർഗം തുറക്കും. ഇവിടെ ഇരുന്ന് കൊണ്ട് 9:30 മണിക്കൊക്കെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പം ഒരു കാര്യം ഉറപ്പാണ്, പ്രാർത്ഥനയുടെ മുൻപിൽ കർത്താവ് സ്വർഗത്തെ തുറക്കും. ബാംഗ്ലൂർ പട്ടണത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ഒരു തുറവി ഉണ്ടാകും. ലോകത്തിലെ പ്രത്യേകത നിറഞ്ഞ പട്ടണത്തിൻ്റെ ഒരു സംസ്കാരമായി ഈ പട്ടണം മാറുമ്പോൾ ഇവിടെ ഇങ്ങനൊരു സഭയെ ദൈവം ഉയർത്തി പ്രാർത്ഥിപ്പിക്കുന്ന എന്തിനാണെന്നറിയാമോ? പട്ടണഭൂതങ്ങളെ ജയിക്കാൻ വേണ്ടിയാ. പട്ടണത്തെ ജയിക്കാനുള്ള കൃപ മക്കൾക്ക് കിട്ടാൻ വേണ്ടിയാ. ഇരു കരങ്ങളും ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ പട്ടണത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഈ പട്ടണത്തിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം ഉറപ്പാ, സ്വർഗം തുറക്കും, സ്വർഗം തുറക്കും, സ്വർഗം തുറക്കും, സ്വർഗം തുറക്കും. ഇരു കരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി ചേർത്ത് അല്പനേരം കർത്താവിനെ കരഘോഷത്തോടെ സ്തുതിച്ച് ആരാധിച്ചേ പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും. പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും. പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും. ഭയങ്കര സന്തോഷം തോന്നി. യോഗാരംഭത്തിൽ ഏറെ നേരം പ്രാർത്ഥിക്കുക. അത് അരമണിക്കൂർ 1 മണിക്കൂർ ആക്കുമ്പോൾ അതിനെ ഒരു ചെറിയ നിയോഗമായി കാണരുത്, വലിയ നിയോഗമായി കാണുക. എന്താ കാര്യം? പ്രാർത്ഥിച്ച തുറക്കും, പ്രാർത്ഥിച്ച തുറക്കും, പ്രാർത്ഥിച്ച തുറക്കും, പ്രാർത്ഥിച്ച തുറക്കും, പ്രാർത്ഥിച്ച തുറക്കും. ദൈവമാണ് നിങ്ങളെ ബാംഗ്ലൂർ പട്ടണത്തിൽ ഇങ്ങനെ ഒരു വലിയ പ്രവൃത്തി. അടുത്തിടയ്ക്ക് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് ഓഫീസറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ക്രൈം ഫയലിൽ വന്ന മുഴുവൻ 99% ക്രൈമുകളുടെയും ലിങ്ക് ഡയറക്റ്റ്ലി ബാംഗ്ലൂരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് കിടക്കുക. അത്രമാത്രം മ്ലേച്ഛതകൾ കൊണ്ടൊക്കെ ഓരോ പട്ടണങ്ങളും നിറയുമ്പോൾ നമുക്കൊന്ന് ചെയ്യാൻ കഴിയും. നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ സ്വർഗം തുറക്കും. നമ്മൾ പ്രാർത്ഥിച്ചാൽ ബാംഗ്ലൂരിൻ്റെ മുകളിൽ സ്വർഗം തുറക്കും. ബാംഗ്ലൂരിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളുടെ മുകളിൽ ദൈവത്തിൻ്റെ തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ അവർ ജീവിക്കും. കരങ്ങൾ ഉയർത്തി ഒരിക്കലൂടെ പ്രാർത്ഥിച്ച്, കർത്താവേ സ്വർഗം തുറക്കണമേ. പ്രാർത്ഥിച്ചു 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 പ്രാർത്ഥിച്ചു. കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നെങ്കിൽ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ കർത്താവ് സ്വർഗത്തെ തുറക്കും. പ്രാർത്ഥിച്ചു, സ്വർഗം തുറന്നു. യേശു പ്രാർത്ഥിച്ചു, സ്വർഗം തുറന്നു. നാം പ്രാർത്ഥിച്ചാലും ഇന്നും കർത്താവ് സ്വർഗത്തെ തുറക്കും. സ്വർഗത്തിൽ നിന്ന് ശബ്ദങ്ങൾ ഉണ്ടാകും. എന്താ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവൻ്റെ മുകളിൽ സ്വർഗത്തിൻ്റെ ഒരു ശബ്ദമുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രനാ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. റഖന ഹന്തന റിഗന ഷഗന. പ്രാർത്ഥിക്കുക, 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 പ്രാർത്ഥിക്കുക. സ്നാനമേറ്റ് കഴിഞ്ഞ ഉടനെ ക്രിസ്തു പ്രാർത്ഥിച്ചു, സ്വർഗം തുറന്നു.
സ്വർഗം തുറന്നു. ദൈവമക്കളെ അധികമായി പ്രാർത്ഥിക്കുക. സ്വർഗം തുറന്ന ഒരു സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക്, ഒരു തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ തേജസ്സിലേക്ക്, അതിൻ്റെ സാന്നിധ്യത്തിലേക്ക് ദൈവം നമ്മളെ അയക്കും. പ്രാർത്ഥിച്ചു, സ്വർഗം തുറന്നു. മുമ്പോട്ട് പോകട്ടെ. 5-ാം അധ്യായം 16-ാം വാക്യം. 5-ാം അധ്യായം 16-ാം വാക്യം. ലൂക്കോസ് 5:16. അവിടെ നാം കാണുന്നു, അവനോ നിർജ്ജന ദേശത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു. എല്ലാവരും പറഞ്ഞ്, നിർജ്ജന ദേശത്തേക്ക് വാങ്ങി. യേശു കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ച ആ ഭാഗങ്ങളുടെ എല്ലാം തൊട്ട് മുമ്പിൽ ഓരോ ഇൻസിഡൻറ്റ് കാണുന്നുണ്ട്. ഇവിടെ കാണുന്നു, ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിക്കുകയാണ്. വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു. തിരക്കുകളുടെ ഇടയിൽ നിന്ന് ഒരു സോളിറ്റ്യൂഡ് തേടി യേശു കർത്താവ് പോകുകയാണ്. നമുക്കും അത് നല്ലതാണ്. വാങ്ങിപ്പോയി പ്രാർത്ഥിക്കുക, വാങ്ങിപ്പോയി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. വലിയൊരു പ്രാർത്ഥനാ മൂവ്മെൻറ്റ് ലോകമെമ്പാടും നടക്കുകയാണ്. എളിയവന് കുറച്ച് നാളുകൾക്ക് മുമ്പ് പെട്ടെന്നൊരു രാത്രി ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഒരു തീരുമാനം. ഞങ്ങൾക്ക് തോന്നി ഡൽഹി പോയെന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാനും പാസ്റ്റർ അനീഷും കൂടെ ഒന്നിച്ച് പെട്ടെന്ന് നിമിഷം അന്ന് തന്നെ ടിക്കറ്റ് നോക്കിയപ്പോൾ ഉണ്ട്, ഞങ്ങൾ രണ്ടും കൂടെ ഡൽഹിക്ക് പോയി. അപ്പോൾ നമുക്കൊരു വലിയ സന്തോഷത്തിലാണ് പോകുന്നത്. ഡൽഹിയിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. ഞങ്ങൾ ചെന്ന് രാത്രി 12 മണിക്ക് പാർലമെൻറ്റിൻ്റെ മുമ്പിലുള്ള ഒരു ഗ്രൗണ്ടിൻ്റെ അവിടെ പോയിരുന്ന് ഞങ്ങൾ രണ്ടും കൂടെ പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പോൾ രാത്രി 12:30-1 മണി അടുക്കുകയാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, മുണ്ടെടുത്ത് എന്നെ കണ്ടപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, പ്രിൻസാണോ? ആണോ? വേറെ 2-3 പേരിവിടെ വന്നു. ചുരുക്കത്തിൽ നിമിഷ നേരം കൊണ്ട് അവിടെ പ്രാർത്ഥിക്കാൻ വന്ന 30-ലധികം പേര് ഒന്നിച്ചു. അതിനകത്ത് പല സംസ്ഥാനത്തിൽ വന്നവരുണ്ടായിരുന്നു. നമ്മളോർത്ത് നമ്മൾ വലിയ കാര്യത്തിൽ അവിടെ ചെന്നതാണ്. പക്ഷേ ബാലിന് ബലി കൊടുക്കാത്ത ഒത്തിരി പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പ്രിയരെ. അവിടെ ഇവിടെ ഒത്തിരി പേരുണ്ട്. നിമിഷ നേരം കൊണ്ട് ആ ഗ്രൗണ്ടിൽ കുറേ പേര് ഒരുമിച്ചു. അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ അവിടെയൊക്കെ കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ദൈവമേ, ഇന്നും വാങ്ങിപ്പോയി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. യേശു കർത്താവ് നിർജ്ജന ദേശത്തേക്ക് എന്ത് ചെയ്തു? വാങ്ങിപ്പോയി. പക്ഷേ അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഒരു കുഷ്ഠരോഗി യേശു കർത്താവിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, കവിണ് വീണിട്ട് പറഞ്ഞു, ഗുരു, മനസ്സുണ്ടെങ്കിൽ എന്നെ എന്താക്കണം? ശുദ്ധമാക്കണം എന്ന് പറഞ്ഞു. മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാക്കണം. ഈ മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാക്കുക എന്ന് പറയുക അതൊരു സുഖമുള്ളൊരു കാര്യമാണോ? നമ്മളോട് ഒരാൾ വന്നിട്ട് പറയുക, മനസ്സുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക. നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നത്തില്ലേ? ഇതെന്താ അങ്ങനെ പറയുക? എന്നാലും അതൊരു പൊട്ടിത്തെറിയുടെ ഭാഷയായിട്ടാണ് എനിക്ക് തോന്നുക. മക്കളൊക്കെ ഇങ്ങനെ പഠിക്കെന്ന് പറഞ്ഞ് പഠിച്ചില്ലെങ്കിലും അവസാനം നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, നിനക്കൊക്കെ വേണേ പഠിക്കുക. ഞങ്ങളുടെ ചില അമ്മച്ചിമാർ പറയും, നീ അന്നില്ലേലും എൻ്റെ കെട്ടിയോനെ പെൻഷൻ ഉണ്ട്, അങ്ങേര് ചത്തുപോയാൽ എനിക്കും എന്തോ കിട്ടും, എനിക്ക് നിൻ്റെ ഒന്നും വേണ്ട, പിന്നെ നിനക്ക് വേണേ പഠിക്കുക. ഈ പറയുന്ന പോലാണ്, മടുത്ത് പറയുന്നതാണ്. ഇതുപോലെ യേശു കർത്താവിൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, മനസ്സുണ്ടെങ്കിൽ എന്താക്ക്? ശുദ്ധമാക്കുക. ഒരു പക്ഷേ അതിനൊരു കാരണമുണ്ട്. ഒരമ്മ തൊട്ടതി പിന്നെ കുഷ്ഠരോഗം വന്നേ പിന്നെ അവനെ ആരും തൊട്ട് കാണില്ല. അന്ന് ലെപ്രസി ഭയങ്കര അസ്പൃശ്യമായ കാര്യമാണ്. ആ കാലഘട്ടത്തിലാണ് ഈ കാര്യം. കുഷ്ഠരോഗികളുടെ ഒരു വല്ലാത്ത മനസ്സിലിങ്ങനെ തികട്ടി നിൽക്കുന്ന ഒരു ഓർമ്മയുണ്ട്. കുഞ്ഞിലെ ഒരു ദൈവദാസൻ പ്രസംഗിക്കുക. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പം പറഞ്ഞു, അവർ ഒരു കുഷ്ഠരോഗാശുപത്രി സന്ദർശിച്ചു. അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ ഒത്തിരി പേര് വന്നു. അതിലൊരു ചെറുപ്പക്കാരൻ വല്ലാതെ വിങ്ങുകയാണ്. അപ്പോൾ അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, അഭ്യസ്ത വിദ്യൻ, മാസ്റ്റേഴ്സ് എടുത്തവൻ. പക്ഷേ ഈ ഒരു ഭാഗമൊക്കെ കണ്ടപ്പം അവൻ സ്വയം എല്ലാവർക്കും ആർക്കും ഒരു ദോഷം വരാതെ കുഷ്ഠരോഗാശുപത്രിയിലേക്ക് പോയി. വർഷങ്ങൾ കടന്നു നീങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവനൊരു ആഗ്രഹം, വീട്ടുകാരെയൊക്കെ കാണണം. ഒരു വാർത്ത കേട്ടു, എല്ലാവരും വീട്ടിൽ, സഹോദരങ്ങളെല്ലാം ഒന്നിച്ചു കൂടിയിട്ടുണ്ട്, എല്ലാവരെയും കാണാനുള്ളൊരു കൊതിയിൽ കുഞ്ഞ് വീട്ടിൽ വന്നു. അമ്മ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു പോർച്ചിരിക്കാൻ. അവന് സങ്കടം തോന്നിയില്ല. അവനോട് പറഞ്ഞു, സാരമില്ല, ഇവിടെ ഇരിക്കണം, ഞാൻ ആരാ? കുഷ്ഠരോഗിയാണ്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അമ്മ ഒരു പഴയ പാത്രത്തിൽ ചോറ് കൊണ്ടു തന്നു. അവന് അമ്മയുടെ ചോറിന് ഭയങ്കര നൊസ്റ്റാൾജിക് മെമ്മറി അല്ലേ. അവനത് ഉരുട്ടി വായിലോട്ട് വെക്കാൻ തുടങ്ങിയപ്പം തല പൊക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. അവന് ചോറ് കൊണ്ട് കൊടുത്തിട്ട് പോയ അമ്മ ഒരു പുൽപ്പെട്ടി എടുത്ത് മടി വെച്ചിട്ട് ബിസ്ക്കറ്റ് വായി വെച്ച് കൊടുക്കുക. അവൻ്റെ മനസ്സ് നുറങ്ങി. അത്രമാത്രം ഇട്ട് കൊടുത്തിട്ട് മാറി. ഇന്ന് അമ്മയ്ക്ക് ഒരു മടിയില്ല ഈ പുൽപ്പെട്ടി ഇത്രമാത്രം തലോടി ബിസ്ക്കറ്റ് കൊടുക്കാൻ. വീട് വിട്ടിറങ്ങി. അതുകൊണ്ട് അവൻ പിന്നെ തിരിച്ചു പോയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ആയിരിക്കാം അവനും വന്നത്. നിനക്കെങ്കിലും എന്നെ ഒന്ന് തൊടാമോ? കർത്താവിന് വേണേ ഒറ്റ വാക്കുകൊണ്ട് ശുദ്ധമാക്കാം, ഒറ്റ വാക്കി ശുദ്ധമാക്കാം. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട് കേട്ടോ. അവന് സൗഖ്യത്തെക്കാൾ കൂടുതൽ ആവശ്യം ഒരു സ്പർശന. അവൻ്റെ മനസ്സിൻ്റെ വേദന അതായിരുന്നു. ആരെങ്കിലും ഒന്ന് തൊടണം. എനിക്കൊരു കർത്താവിനെ അറിയാം. എല്ലാവരും പുറം കാണുമ്പോൾ അകം കാണുന്ന ഒരു കർത്താവുണ്ട്. എല്ലാവരും ഇങ്ങനെ പുറം കാണും, പുറം കണ്ടും മാർക്കിടും. പലപ്പോഴും നമ്മൾ ഈ പെട്ടെന്ന് പിള്ളേരെയൊക്കെ ഇച്ചിരി മുടിയോ
ഞാനത് തെറ്റോ ശരിയോ ഒന്നൊന്നും അല്ലതാ. ഇച്ചിരി ഒരുങ്ങി നടക്കുന്നവരെയൊക്കെ കണ്ടാൽ നിങ്ങളെന്താ പറയും? അഹങ്കാരിയ. പക്ഷെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ഈ പിള്ളേർ വെറും പാവുക. ഈ പിള്ളേർ വെറും നമ്മൾ ഈ അഹങ്കാരി എന്ന് പറയുന്നവരായിരിക്കും ഏറ്റവും നല്ല പിള്ളേർ. നമ്മൾ ഈ പാവം എന്ന് പറയുന്ന പിള്ളേരുണ്ടല്ലോ, അത് ഈ മിണ്ടപ്പൂച്ച കലവടയ്ക്കും. തല നിറച്ച എണ്ണയൊക്കെ വാരിപ്പറ്റി പ്രശ്നത്തിലോടൊക്കെ പറയുന്നതിനെ വളരെ സൂക്ഷിച്ചോണം. സത്യമായിട്ടും ഈ എന്നോട് അതുകൊണ്ട് അങ്ങനെ നടക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ആവശ്യമില്ലാത്ത വ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. എന്നാലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില പെൺപിള്ളേർ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ തോന്നും ഇപ്പോൾ അതെല്ലാവരുടെയും കൂടി സ്നേഹമാണ്. എടാ ഇന്നോണ്ട്രാ ഇതിങ്ങനെ പോവും. അപ്പോൾ എല്ലാവരും പറയും അതിനോട് കൂട്ടുകൂടരുത്, മഹാപിഴയാണ്. ഈ പിഴയെന്ന് പറയുന്നതുണ്ടല്ലോ, അത് പഠിച്ചിട്ട് നല്ല ആരോഗ്യമുള്ള ചെറുക്കനെ കല്യാണം കഴിച്ച് 5 പിള്ളേരെയും പ്രസവിച്ച് മര്യാദയ്ക്ക് ജീവിക്കുക. എന്നാ കാര്യം എന്നറിയാം, ഇത് പിഴയാന്ന് പറയുമ്പോൾ, അതിനോട് മിണ്ടല്ലെന്ന് പറയുമ്പം അതിൻ്റെ അമ്മ പോയിരുന്ന് നെഞ്ചുരുകി അങ്ങ് കരയും. തമ്പുരാൻ അതിനെ അങ്ങ് രക്ഷിക്കും. പക്ഷെ ആരോടും മിണ്ടാതെ ഇങ്ങനെ നടക്കുന്ന ചിലപ്പം മിണ്ടാപ്പൂച്ച കലവടച്ചെന്ന് കേൾക്കുമ്പോൾ ഇതിനെന്തോ പറ്റി എന്തൊക്കെ ചൊലയ്ക്കും എന്ന് പറയുന്ന പോലെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ഈ പുറം കണ്ട് മാർക്കിടും. എന്നാൽ അകം കാണുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേരാണ് യേശു. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, ഇന്നും പുറമല്ല അകമറിയുന്നൊരു യേശു. അകമറിയുന്ന യേശു അവനെ തൊട്ടു. മനസ്സിൻ്റെ മുറിവുകളെയെല്ലാം, ഈ ഗതകാല മുറിവുകളുണ്ട്, അതൊക്കെ ചെറിയൊരു കാര്യമല്ല. ഒത്തിരി മുറിവുകൾ എല്ലാ മനുഷ്യൻ്റെ അകത്തുണ്ട്. അതിനെ സാധാരണ പറയുന്നൊരു വാക്കുണ്ട്, അൺഹീൽഡ് വൂൺസാണ്. കരിയപ്പെടാത്ത മുറിവുകൾ എല്ലാ മനുഷ്യൻ്റെ അകത്തുണ്ട്. എളിവൻ്റെ ഒരു ചെറിയൊരു അനുഭവം അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും 10ാം ക്ലാസ് പാസ്സായപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരു ആൻറ്റിയോട് പറഞ്ഞു, എനിക്കൊരു പാൻറ്റും ഷർട്ടും വേണം. സന്തോഷത്തോടെ പറഞ്ഞതാ. നല്ല മാർക്കുണ്ട്, കോളേജിൽ പോവുക. പക്ഷെ ആൻറ്റി എന്നോട് തിരിച്ചു പറഞ്ഞു, ഞങ്ങൾ അതിനിവിടെ പൈസ ഉലുത്തുവൊന്നും അല്ലെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര മുറിവായിപ്പോയി. ഉലുത്തുമല്ലെന്ന് എന്നോട് പറഞ്ഞു. ആ ഒരു വാക്കാണ് പറഞ്ഞത്. അത് എനിക്ക് അന്ന് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഒരാളോട് പോലും ഒന്നും ചോദിക്കത്തില്ല. ഇന്ന് വരെ പിന്നെ ചോദിക്കാൻ ഇടയാകത്തില്ല. പക്ഷേ ആ മുറിവ് അവിടെ കിടന്നു. വർഷങ്ങൾ കഴിഞ്ഞു. 2007 ഒത്തിരി യാത്രകളൊക്കെ പോകാൻ തുടങ്ങി. ആദ്യ യാത്ര ദോഹ, ദുബായ്, കുവൈറ്റ്. ദുബായ് വന്നു. അവിടെ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ താമസിക്കുക. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു സ്ഥാപനത്തിൽ പോയി പ്രാർത്ഥിച്ചു. അവിടുന്ന് അവൻ റെഡിമെയ്ഡ് സ്ഥാപനം കുറേ തുണികൾ തന്നു. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞെടാ ഞാൻ കുവൈറ്റിന് പോയി, ഇതെങ്ങനെ കൊണ്ടുപോകും? സാരമില്ലടാ, എന്തെങ്കിലുമൊക്കെ ചെയ്യും, നീ പിടിച്ചോ, നീയൊക്കെ കൊണ്ടുപോകും. കുറേ ഡ്രസ്സും ഷർട്ടും പാൻറ്റും പിന്നെ എനിക്ക് കിട്ടിയതെല്ലാം കൂടെ കൊണ്ടുവന്നു. എനിക്ക് കുവൈറ്റ് ഇത് കൊണ്ടുപോകാൻ ഒക്കത്തില്ല, ലഗേജ്. അപ്പോൾ എൻ്റെ കസിൻ എന്നോട് പറഞ്ഞു, എടാ നീ പേടിക്കണ്ട, ഞാനിത് മുഴുവൻ കാർഗോയിൽ അയച്ചേക്കാം. നീ കുവൈറ്റിൽ നിന്ന് വരുമ്പോൾ ആ സാധനം അവിടെ വരും. എന്നിട്ട് ഇവർ ഞാൻ പോവുക കുവൈറ്റിന്. 2 കാർട്ടൺ കൊണ്ടുവന്നു. കുറേ ഷർട്ട് എന്ന് പറഞ്ഞാൽ ബഞ്ച് കണക്കിന് ഷർട്ട്. ഇതെല്ലാം കാർട്ടൺ ഇങ്ങനെ അടുക്കി വെച്ച് ഇവർ പാക്ക് ചെയ്യുക. ഞാൻ വെറുതെ അവിടെ ഇരിക്കുക. പെട്ടെന്ന് കർത്താവ് എന്നോടൊരു ചോദ്യം ചോദിച്ചു, നിനക്ക് ഓർമ്മയില്ലേ 10 പാസ്സായപ്പം ഒരു ഷർട്ട് ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു ഉലുത്തുമല്ലെന്ന്. കണ്ടോ ഇങ്ങനെ ഉലുത്തുന്നേ. എനിക്കൊരു കാര്യം മനസ്സിലായി, ഷർട്ട് വേണ്ടിയിട്ടല്ല, എൻ്റെ മനസ്സിൽ കിടന്ന ഏതോ ഒരു കരിയാത്ത മുറിവിനെ തമ്പുരാൻ ഇങ്ങനെ ഹീൽ ചെയ്യുക. എനിക്കൊരു കർത്താവിനെ അറിയാം. എല്ലാ അൺഹീൽഡ് വൂൺസിനെയും കരിക്കുന്നതാണ് ഈ ദൈവസാന്നിധ്യമൊക്കെ. നമ്മളെ അറിയാത്ത മുറിവുകൾ ചിലപ്പം മനസ്സിലെങ്ങനെ കിടക്കും. എല്ലാ മുറിവുകളെയും സ്നേഹം കൊണ്ട് കരിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആന്തരിക സൗഖ്യങ്ങൾ നടക്കട്ടെ. പുറത്ത് കാണുന്ന പലതിൻ്റെയും പിന്നിൽ അൺഹീൽഡായിട്ടുള്ള ഒത്തിരി മുറിവുകൾ കാണാം. മുറിവുകളെ കരിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട്. നിൻ്റെ മുറിവുകൾ, ആരിലും മനോഭാരങ്ങളെ നന്നായി അറിയുന്ന ഒരു ക്രിസ്തുവുണ്ട്. ആരിലും എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, അവൻ ഉള്ളറിയുന്ന ഒരു ദൈവമാണ്. ചിലപ്പോൾ പുറത്താരും അറിയത്തില്ല. ഒരു രാത്രി പ്രളയമൊക്കെ കഴിഞ്ഞ് വല്ലാത്ത ഒരു ഭയം കയറി. ഇതെല്ലാവർക്കും മനുഷ്യർക്കൊക്കെ പറ്റാം. ഈ പോരാട്ടം എന്നൊക്കെ പറയത്തില്ലേ, അന്ന് എന്നെ പിടിച്ച ഒരു പോരാട്ടം, ഭയം. ഞാനങ്ങനെ പേടിക്കുന്നവനൊന്നും അല്ല. ഒരുമാതിരിപ്പെട്ട സകല വിഷയത്തിലും നമ്മളിങ്ങനെ എന്നെ ഒരാൾ അടിക്കാൻ അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതുവഴി രാത്രി നടന്നു പോകുന്നവനായിരുന്നു. എന്നോട് ചിലർ പറയണം അവിടെ നിൽപ്പുണ്ട് അതുവഴി പോകലെന്ന് പറഞ്ഞാൽ അതുവഴി പോയിരിക്കും. എനിക്ക് ഭയങ്കര ധൈര്യമാണ് ചില സമയത്ത്. എന്നാൽ ചില സമയത്ത് നമ്മൾ നേരെ ഇങ്ങനെ ഡൗൺ ടു ദ എർത്ത് വരും. അന്ന് രാത്രി ഒരു ഭയം എന്നെ പിടിച്ചു. എന്താണെന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ പേടിച്ചു, വിരണ്ടു. ഞാൻ ഹോളിൽ പോയി കിടന്നു. എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു, ചാക്കോസാം അച്ഛാ വരാമോ? എന്താ? ചുമ്മാ എൻ്റെ കൂടെ കുറേ നേരം ഇരിക്കണം. അദ്ദേഹം രാത്രി വന്നു. വെളുപ്പിനെ 3 മണി 4 മണി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ആ മനുഷ്യൻ പോയി. ഞാൻ ആ ഹോളിൽ തന്നെ ഇരുന്നു. വെളുപ്പിനെ എങ്ങാണ്ടൊന്ന് ഉറങ്ങി. ഭയം എന്നെ പിടിച്ചു.
നേരം വെളുക്കാറായപ്പോൾ എൻ്റെ ഭാര്യ വന്നു, വരവരാന്ന് വിളിക്കുന്നത്. അച്ഛാ വീട്ടിലൊരാൾ വന്നിരിക്കുന്നു, പെട്ടെന്ന് വന്നേ. ഞാൻ ചെന്നപ്പം ഒത്തിരി വർഷം മുമ്പ് കണ്ടൊരു സുഹൃത്ത്. ഞാൻ എന്താ വന്നേ? ഒന്നുമില്ല, ഇതുവഴി പോയപ്പം വന്നാ. എന്നാൽ ശരി, ഒന്നുമില്ല, ഇദ്ദേഹം ധൃതി വെച്ച് അങ്ങ് പോവാം, വന്നേ ഉള്ളൂ, കയറിയെന്നേ ഉള്ളൂ, എന്നാൽ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു എന്നാൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് ചോദിച്ചു, പ്രിൻസ് പാസ്റ്ററെ ഇന്നലെ രാത്രി പേടിച്ചോ? ഞാൻ പറഞ്ഞു എന്താ കാര്യം? പേടിച്ചോ? ചോദ്യം ഘട്ടത്തിൻ്റെ മൂർച്ച കേട്ടപ്പം പറഞ്ഞു പേടിച്ചു. അദ്ദേഹം പറഞ്ഞു രാത്രി നല്ല ഉറക്കത്തിൽ കർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, നീ രാവിലെ പ്രിൻസിൻ്റെ അടുക്കൽ ചെന്ന് പറയണം, പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. ഒരാൾ പോലും അറിഞ്ഞില്ല ഞാൻ പേടിച്ചിരിക്കുകയാണ്. ഒരു ഭയം എന്നെ വേട്ടയാടി, ഒരു ഭയം എന്നെ ഗ്രസിച്ചു. നമ്മളെല്ലാം മനുഷ്യരല്ലേ, ഏലിയാവിന് പോലും ഉണ്ടായില്ലേ? പക്ഷെ അന്ന് വെളുപ്പിനെ ഒരു ദൈവദാസനെ എൻ്റെ അടുക്ക വിട്ടു. എനിക്കൊരു കർത്താവിനെ അറിയാം, ആരിലും എൻ മനോഭാരങ്ങളെ അകമറിയുന്നൊരു കർത്താവിനെ അറിയാം, പുറം കാണാത്ത. ഇന്ന് പകലിൽ ആ കർത്താവ് ഇവിടെ ഉണ്ട്. മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കാരം നീട്ടിയെടുത്താണച്ചു, ഭയപ്പെടേണ്ടായെന്നൂരച്ചവനേ. ഓ തിരുക്കാരം നീട്ടിയെടുത്താണച്ചു, ഭയപ്പെടേണ്ടായെന്നൂരച്ചവനേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനേ, ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കാരം നീട്ടിയെടുത്താണച്ചു, ഭയപ്പെടേണ്ടായ ദൂരച്ചവനേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനേ, ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടും. അപ്പം മനമറിയുന്ന ക്രിസ്തു കുഷ്ഠരോഗിയെ തൊടുകയാണ്. എന്നിട്ട് നിർജ്ജന ദേശത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു. 6:12 കാണുന്നു, ആ കാലത്ത് ക്രിസ്തു പ്രാർത്ഥിക്കേണ്ടതിനൊരു മലയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയല്ലേ കാണുക? ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്ത് ചെയ്തു? രാത്രി കഴിച്ചു. 6:12 ആ കാലത്ത് അവിടുന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. പ്രിയപ്പെട്ട കർത്തദാസൻ പാസ്റ്റങ്ങളൊക്കെ അവിടെ വരുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഉയർന്ന സ്ഥലങ്ങളെക്കുറിച്ചും അവിടെ കഴിക്കേണ്ട പ്രാർത്ഥനകളെക്കുറിച്ചും ഒക്കെ പറയും. പക്ഷെ ഇവിടെ ക്രിസ്തു നമുക്കൊരു മാതൃക കാണിക്കുകയാണ്. ആ കാലത്ത് പ്രാർത്ഥിക്കേണ്ടതിന് മലയിൽ ചെന്നിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ഭയങ്കര വിടുതലുള്ളതാണ് ഈ രാത്രി പ്രാർത്ഥന. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇരുട്ടിൻ്റെ ശക്തികൾ പ്രബലപ്പെടുന്ന രാത്രികളിൽ നാം ദൈവസന്ധി പ്രാർത്ഥനയിൽ ചെലവഴിച്ചാൽ അത് വലിയ അത്ഭുതങ്ങളായിട്ട് മാറും. യേശുക്രിസ്തു എങ്ങനെ പ്രാർത്ഥിച്ചു? രാത്രി പ്രാർത്ഥിച്ചു. എവിടെ പോയി പ്രാർത്ഥിച്ചു? ഉയർന്ന സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു. ഉയർന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. പക്ഷെ അതിൻ്റെ മുമ്പിൽ കാണുന്ന 2 സംഭവങ്ങളുണ്ട്. ഒന്ന്, ശബത്തി വിളഭൂമി കൂടെ പോകുമ്പോൾ ശിഷ്യന്മാർക്ക് അതിര് പറിച്ച് ഇങ്ങനെ തിന്നപ്പോൾ ക്രിസ്തു അവരെ നോക്കി കുറ്റം പറയുന്നത് കാണുകയാണ്. ഇത് കണ്ടോ, ശബത്ത് വിഹിതമല്ലാത്ത ചെയ്തു, ശബത്ത് ലംഘിച്ചവന് ഭയങ്കര മരണശിക്ഷ കൊടുക്കണം. പക്ഷേ ഇവിടെ ഉടനെ ക്രിസ്തു പറഞ്ഞൊരു വാക്യമുണ്ട്. ക്രിസ്തു പറഞ്ഞു, ദാവീദും കൂടെയുള്ളവരും അവരെന്ത് ചെയ്തു? കാഴ്ചയപ്പം എടുത്ത് എന്ത് ചെയ്തു? കഴിച്ചു. അതിനേക്കാട്ടിലും വലുതൊന്നും എൻ്റെ ശിഷ്യര് ചെയ്തില്ലല്ലോ. എനിക്ക് ക്രിസ്തുവിനെ ഭയങ്കര ഇഷ്ടമായി. ശബത്തിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. കൂട്ടത്തിൽ ശിഷ്യന്മാരും ഉണ്ട്. 2 നെല്ല് കതിരെടുത്തിട്ട് ഇങ്ങനെ കപ്പലിൻ്റെ തിരുമ്മി കഴിച്ച പോലെ കഴിച്ചു കാണും. കഴിക്കുമ്പം വയറ് നിറയോ?
ഇല്ല. വയറ് നിറയോ? ഇല്ല. പക്ഷെ ശബത്തിൻ്റെ നിയമം ലംഘിച്ചു. ഇവരിങ്ങനെ കണ്ണാടിയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ കണ്ണുകളിങ്ങനെ ഒപ്പിയെടുക്കുകയാണ്. എന്തുണ്ട് കുറ്റം? പോക്കിയപ്പോൾ ഈ കുറ്റം കണ്ടു. ഇനി അത് ഭയങ്കര കുറ്റായി, ഭയങ്കര കുറ്റായി, ഭയങ്കര കുറ്റായി. ഇനി എന്തു ചെയ്യും? ഉടനെ ഞാനായിരുന്നേ ചോദിച്ചേനെ, പറയിപ്പിക്കാൻ വേണ്ടി രാവിലെ വന്ന് കയറിക്കോളും. അങ്ങ് നിറഞ്ഞോ? സമാധാനം ആയില്ല? ഇനി ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്നിച്ച് അനുഭവിക്കാം എന്ന് പറഞ്ഞേനെ. പക്ഷേ ഈ ക്രിസ്തു എന്താ പറഞ്ഞേ? ഒട്ടനെ ഡിഫെൻഡ് ചെയ്തിട്ട് പറഞ്ഞു, ദാവീദ് കാഴ്ചയപ്പം എടുത്ത് എന്ത് ചെയ്തു? കഴിച്ചു. ഇവർ ചെയ്ത തെറ്റോ ശരിക്കോ അപ്പുറത്ത് കർത്താവ് ആ നിയമം ലംഘിച്ച് അവരെ ഡിഫെൻഡ് ചെയ്യാണ്. എനിക്കൊരു ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ടു. കൂടെ എല്ലാവരും കൂടെ കുറ്റം പറയുമ്പോൾ കൂട്ടത്തിൽ കല്ലെറിയുന്നവനല്ല ക്രിസ്തു. പണ്ടൊരു ഗുരുവിനെ എല്ലാവരും കൂടി കല്ലെറിയുക. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, അതിൻ്റെ എറിയിക്കുന്നവരുടെ നേതാവ് പറഞ്ഞു, ഇവിടെ നിൽക്കുന്നവരെല്ലാം എറിഞ്ഞോണം, ആരെങ്കിലും എറിഞ്ഞില്ലെങ്കിൽ അവരെ എറിയും. അപ്പം പ്രിയപ്പെട്ട ശിഷ്യൻ അവിടെ നിൽക്കുക, ഗുരുവിനെ കല്ലെറിയുക. ശിഷ്യനൊരു ചിന്ത, എറിഞ്ഞില്ലെങ്കിൽ എന്നെ എറിഞ്ഞ് കൊല്ലത്തില്ലേ? പക്ഷെ ഗുരുവിനെ എറിയാനൊക്കെ തെക്കും ബുക്കും നോക്കിയിട്ട് ഈ ശിഷ്യൻ ചെയ്ത് കുറേ പൂ പറിച്ചിട്ട് കാണും, ഒറ്റ എറിവിച്ചു കൊടുത്തു. അപ്പം ഗുരു പറഞ്ഞു, ഇതുവരെ ഒരു കല്ലും എന്നെ നോവിച്ചില്ല, പക്ഷെ നീ എറിഞ്ഞ പൂ എന്നെ നോവിച്ചു. കാരണം നീ എന്ത് ചെയ്തു? എറിഞ്ഞു. പക്ഷെ ക്രിസ്തുവിനെ കണ്ടോ? എറിയുന്നവരുടെ കൂട്ടത്തിൽ കൂടി എറിയല്ല, അവരെ ഡിഫെൻഡ് ചെയ്തു. കേരളത്തിലെ പെൺവാണിഭ ചരിത്രങ്ങളുടെ ആദ്യകാല സംഭവം മലയാളിക്കെല്ലാം പേര് പറയുമ്പോൾ ഓർമ്മ വരും. പക്ഷേ പിന്നുള്ള പെൺവാണിഭവങ്ങളെല്ലാം സ്ഥലങ്ങളുടെ പേരില്ല. അതിൽ പ്രമാദപ്പെട്ട ഒരു സ്ഥലം, രാഷ്ട്രീയ കോളിളക്കങ്ങളുണ്ടാക്കിയ ഒരു സംഭവം. ആ സംഭവത്തിൽ പിടിക്കപ്പെട്ട പെൺകുട്ടി, അവളെ ഇങ്ങനെ സ്മാർത്ഥ വിചാരം പോലെ ലോകമെല്ലായിടത്തും തെളിവെടുപ്പിന് കൊണ്ടു കിടന്നു. ഞാനും അത് കാണാൻ പോയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം വലിയ കോളിളക്കം ഉണ്ടാക്കിയ കേസാണ്. അവരാർക്കും അഭിമുഖം കൊടുക്കാറില്ല, അവിടെ ഫ്രണ്ടിലെ കതക് തുറക്കാറില്ല, കട്ടനുകളിട്ട് അവരവിടെ വീട്ടിൽ ഒതുങ്ങി. പക്ഷേ എൻ്റെ വായനാനുഭവത്തിൽ ഒരു സംഭവം, ഒരു പത്രപ്രവർത്തകരുടെ കുറിപ്പ്, അവരാ പെൺകുട്ടിയെ കണ്ടു, അവളോട് സംസാരിച്ചു. എങ്ങനെയോ അവിടെ ഒരു അഭിമുഖം കിട്ടിയപ്പോൾ അവൾ പറഞ്ഞു, ഇതൊക്കെയാണെങ്കിലും ഒരിക്കലും ചാകണമെന്ന് തോന്നിയില്ല. എന്താ ഈ കുട്ടിക്ക് ചാകണമെന്ന് തോന്നാഞ്ഞേ? ഇന്ന് ആത്മഹത്യയുടെ വലിയ ലോകമാണ്. അവൾ പറഞ്ഞു, ഇത്രയും പത്രങ്ങൾ കൊട്ടിഘോഷിച്ചിട്ടും കോടതിയൊക്കെ ആ കുട്ടിയെ ഇങ്ങനെ വല്ലാതെ വലിച്ചു കീറി. അവളുടെ വസ്ത്രത്തിൻ്റെ നിറങ്ങൾ പോലും ചോദിച്ച് കോടതിയും വക്കീലുകളും ആ കേസിനെ വലിച്ചു കീറിയപ്പോൾ പോലും, എന്താ കുട്ടി നീ ഇങ്ങനെ ചെയ്തെന്ന് ഒരു വാക്കുകൊണ്ട് പോലും ചോദിക്കാതെ കൂടെ നിന്നൊരപ്പനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് വരെ മരിക്കണമെന്ന് തോന്നിയില്ല. ഇത് ഭയങ്കര സത്യമാണ്. എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളുടെ കുറ്റപ്പെടുത്തിയ ചിലരുടെ അവസാനത്തെ വിധി മരണമായിരിക്കാം. എന്നാൽ സാരയില്ല എന്ന് പറയുന്ന ഒരു ഗുരു കൂടുള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്. എല്ലാവരുടെയും കൂട്ടത്തിൽ കൂടി കുറ്റപ്പെടുത്തുന്നവനല്ല ക്രിസ്തു. എല്ലാവരുടെയും കൂട്ടത്തിൽ കുറ്റപ്പെടുത്തുമ്പം കൂട്ടത്തിൽ ഇന്നുകൊണ്ട് സാരമില്ലെന്ന് പറയുന്ന ഒരു ക്രിസ്തു ഉണ്ട്.